ഞാൻ എൻ്റെ ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരു ഇന്ത്യൻ വുമൻ UK പോകുന്നു, UK ചെന്നിട്ട് ഒരു ഇറ്റാലിയൻ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ ഫുഡ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നു. അത് അത്ര ഈസി ആയിട്ട് തോന്നിയോ, അല്ലെങ്കിൽ എന്തായിരുന്നല്ലോ ചാലഞ്ചസ്? ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ പുച്ഛിക്കുമായിരുന്നു. ഇറ്റലിയിൽ ഏത് ഭാഗത്തായിരുന്നു നിങ്ങൾ, ഏത് ഭാഗത്തു നിന്ന് വന്നിട്ടാണ് നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും എനിക്ക് തോന്നുന്നു അതൊരു ചാലഞ്ചിലൂടെ കടന്നു പോകുന്നതായിരിക്കും. കാരണം വെച്ചാൽ ഒന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഒരു കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നത്, വേറൊരു വേർട്ടിക്കലിലായിരുന്നു നിങ്ങൾ ചെയ്യുന്നതായിരുന്നു. നിങ്ങൾക്ക് തോന്നിയ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു ഈ ബിസിനസ് സാമ്രാജ്യം തുടങ്ങുമ്പോൾ? ഇപ്പം UK ബിസിനസ് എന്ന് പറയുന്നത് ഈസിയുള്ള പരിപാടിയല്ല. നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ട് എമൗണ്ട് മാത്രം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കതിനൊരു ലീഗൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, നമുക്കതിൻ്റെ അക്കൗണ്ടിങ് സൈഡ് അറിയാവുന്ന ഒരാളുണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഞങ്ങൾ ബിഗിനിങ്ങിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മില്യൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഫസ്റ്റ് ബിസിനസ് ഈസ് വെരി ഹാർഡ്. എന്ത് പ്രശ്നം വരുമെന്ന് നമുക്കറിയില്ല, എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് അറിയില്ല. നൗ ഐ ക്യാൻ മാനേജ്, ഐ എം ഡാം കോൺഫിഡൻറ്റ്. ഏത് പ്രശ്നം വന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കിയെടുത്തോളം. ഒരുപാട് പാരമ്പര്യമുള്ളൊരു ഫുഡാണ്. ഒരു വർഷം മുൻപ് തുടങ്ങിയ സാധാരണക്കാരൻ കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫുഡാണ് പിസ്സ. പിസ്സയുടെ ഒറിജിനൽ ഇറ്റലിയാണ്. അവര് കണ്ടിരുന്ന ഒരു റൂട്ട് മാപ്പ് അതായിരുന്നു. അതെ, അവര് കണ്ടിരിക്കുന്ന ഒരു ലൈഫ് അതാണ്. ഒരു പ്രോപ്പർ ജോലി ഉണ്ടെങ്കിൽ ലൈഫ് സെറ്റിലാണ്, വേറെ റിസ്ക് ഒന്നും ഇല്ല എന്നാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള ഒന്നും ഒരു പ്രോബ്ലം ആണെന്നും നമുക്ക് തോന്നില്ല. അപ്പം ഞാൻ എൻ്റെ തോട്ട് ഇതിനോട് ഷെയർ ചെയ്തു. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. ബട്ട് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് ഞാൻ എത്ര വർക്ക് ചെയ്താലും എൻഡ് ഓഫ് ദി ഡേ ഐ എം ജസ്റ്റ് എൻ എംപ്ലോയി. എനിക്ക് ആ ഒരു ബേസിക് സാലറി മാത്രമേ കിട്ടുള്ളൂ. അവിടെ വഴികൾ പഠിച്ചു വരാൻ തന്നെ എടുക്കുമല്ലോ. അതെ, വഴി മാപ്പും ഒക്കെ ഒന്ന് പഠിച്ച് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കണ്ടുപിടിച്ച് വരാൻ തന്നെ എടുക്കും 1 to 2 years. അപ്പോൾ ആ ഒരു സമയത്ത് ബിസിനസ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് റിയലി ചാലഞ്ചിങ് ഫോർ അസ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ചൊല്ലുണ്ട്, പെൺകുട്ടികളുടെ അടുത്ത് ഏജ് ചോദിക്കരുത്, അതുപോലെ തന്നെ ശമ്പളം ചോദിക്കരുത്. പക്ഷെ ഞാനൊന്ന് തെറ്റിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ, 3 റെസ്റ്റോറൻറ്റ്സ് UK സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം എത്രയാണ് വയസ്സ്, എത്രയാണ് പറയണോ? A young Indian woman leading a hospitality business in UK. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? നമ്മൾ പലപ്പോഴും മോട്ടിവേഷൻ സ്റ്റോറികളിലോ അല്ലെങ്കിൽ മോട്ടിവേഷണൽ കഥകളിലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ വീഡിയോസുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ടൈറ്റിലാണ് ഇന്ത്യൻ വുമൻ എല്ലാ തടസ്സങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് UK വലിയൊരു ബിസിനസ് തേരോട്ടം നടത്തുന്നു. ഒരു അറബിക്കഥ പോലെ ഉണ്ടാവും. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് 26 വയസ്സുള്ളൊരു പെൺകുട്ടി. അവളൊരു നഴ്സിംഗ് പഠിച്ച് സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടികളെയൊക്കെ പോലെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യണം, കുറച്ച് കാശൊക്കെ ഉണ്ടാക്കണം, അതിൻ്റെ ഒപ്പം ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണം എന്നൊരു സ്വപ്നം കാണുകയും അമ്മയുടെയും വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി OET കുറേ പരീക്ഷയൊക്കെ എഴുതി എന്നിട്ടും ശരിയാവാതെ അല്ലേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവസാനത്തെ കൈ എന്നുള്ള രീതിയിൽ ഒരു കെയറർ വിസ എടുത്ത് പോകുന്നു, UK യിലെത്തി. UK കെയറർ ബിസിനസ്സിലേക്ക് കടക്കുന്നു. അല്ലെങ്കിൽ ഈ എന്താ പറയുക, അവിടെ ഈ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ ഹോം കെയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കെയറർ ബിസിനസ്സുകൾ തുറക്കുന്നു. അങ്ങനെ ആ ബിസിനസ്സിൽ നിന്ന് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെത്തുന്നു. അത് വളർന്ന് പന്തലിക്കുന്നു. 3 വർഷം കൊണ്ട് 3 ഗംഭീര ഔട്ട്ലെറ്റുകൾ ഉണ്ടാകുന്നു. ഈ വർഷത്തെ ടാർഗറ്റ് 10 ഔട്ട്ലെറ്റുകളാക്കി മാറ്റുക എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. നമ്മുടെ കൂടെയുള്ളത് അലീന നിതിനാണ്. ഈ പറഞ്ഞ കഥ മുഴുവൻ അലീനയുടെ കഥയാണ്. ഭർത്താവിൻ്റെയും അമ്മയുടെയും ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ സപ്പോർട്ടോടു കൂടി ഇന്ന് വലിയ ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന അലീനയാണ് ഇന്നത്തെ താരം. ഒരുപാട് നെഗറ്റീവുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന UK എഡ്യൂക്കേഷനെ പറ്റിയും UK കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെയും അങ്ങനെയുള്ള നെഗറ്റീവ് കഥകളുടെ ഇടയിൽ ഇതാ ഒരു പോസിറ്റീവ് കഥയുമായിട്ട് മിലനിയർ കേരളയുടെ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. അലീന നിതിനുമായി. ഹലോ, എന്താണ് വിശേഷങ്ങൾ? സുഖം. ഒരുപാട് വയനാട്ടുകാരിയാണ്. അതെ. ഓ, അടിപൊളി. അപ്പോൾ വയനാട്ടിൽ നിന്ന് UK എത്തി. അതെ. ജേണി കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയായിരുന്നു മാം തുടങ്ങിയത്? എങ്ങനെയാണ് UK എത്തിയത്? ഞാൻ UK എത്തുന്നത് 2021 അപ്പം അന്ന് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോകാം, അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസയിൽ പോകാം. അന്ന് ഒരുപാട് ആൾക്കാർ ആ സമയത്ത് UK ഉണ്ട്. അപ്പം അതിൽ പോയ ഒരാളാണ് ഞാനും. ശരി. അപ്പം സ്കിൽഡ് വിസ എന്ന് പറയുമ്പം നഴ്സിംഗ് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. മൾട്ടിപ്പിൾ ടൈം OET അറ്റംപ്റ്റ് ചെയ്തു, ഫെയിലായി. എങ്ങനെയെങ്കിലും UK എത്താം എന്നുള്ളൊരു കുറച്ച് തീരുമാനം ഉണ്ടായിരുന്നു. എന്നാൽ കെയറർ വിസ എങ്കിൽ കെയറർ വിസ പോയേക്കാം എന്ന് കരുതി അങ്ങ് പോയി. ഓ, കെയർ വിസയിലാണ് UK അതെ. നഴ്സിംഗ് പഠിച്ചതൊക്കെ? നഴ്സിംഗ് പഠിച്ചത് ഞാൻ മൈസൂർ പഠിച്ചു. മൈസൂർ പഠിച്ച് എല്ലാ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളുടെ ആഗ്രഹം പോലെ OET പാസ്സായി
പാസ്സായില്ല. പാസ്സായില്ല, ഏകദേശം 6 തവണ ഞാൻ OET അറ്റംപ്റ്റ് ചെയ്തു, പാസ്സായില്ല. അങ്ങനെ കുറെ പൈസ ആ വഴി പോയി. അങ്ങനെയാണ്. അപ്പോഴാണ് കെയർ വിസയിൽ പോകുന്നത്. അതെ, കെയർ വിസയിൽ UK എവിടെ എത്തിയത്? UK ഞാൻ ആദ്യം എത്തിയത് ഇംഗ്ലണ്ടിൽ സ്വനാജ് എന്ന് പറഞ്ഞ ലൊക്കേഷൻ. വളരെ ഐസൊലേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ. ഒരു മലയാളിനെയോ ഒരു എമിഗ്രൻസ് പോലും ഇല്ലാതെ വളരെ ഐസൊലേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ. നിയർ ഏത് സിറ്റിയുടെ അടുത്തായിരിക്കും? നിയർ സിറ്റി എന്ന് ചോദിച്ചാൽ എനിക്ക് അത് പറയാൻ അറിയത്തില്ല. വളരെ ഒരു നമ്മൾ ഫെറി ഒക്കെ കയറി പോകണം. അപ്പം മറ്റ് നമുക്ക് എല്ലാ ട്രാൻസ്പോർട്ടേഷൻ പോലും ഇല്ലാത്ത, പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ പോലും ഇല്ലാത്തൊരു കൺട്രി സൈഡ്. UK നമ്മൾ അതിനെ കൺട്രി സൈഡ് എന്ന് പറയും. ലണ്ടൻ എന്നൊക്കെ ഒരു 2.5 hours 3 hours ഫാർ ആയിട്ടുള്ള ലൊക്കേഷൻ. അവിടെ എത്തിയിട്ട് കെയറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ നമ്മളും കെയറായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് സ്കോപ്പ് ഉണ്ട് കേട്ടോ, കെയറായിട്ട് പോയാലും ഒരു ബിസിനസ് സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുക്കാൻ പറ്റും. എന്നിട്ട് അപ്പം അവിടുന്ന് ഏകദേശം 1 വർഷത്തോളം ഞാൻ ജോലി ചെയ്തു. ബട്ട് സ്റ്റിൽ അപ്പോഴും നമുക്കൊരു റിഗ്രഷൻ ഉണ്ട്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. UK പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ മേക്ക് മണി, പക്ഷേ അതിന് നമ്മുടെ ഹാർഡ് വർക്ക് വേണം. സോ അവിടെ പോയിട്ട് ഗായ്സ് ഇവിടെ കട്ടപ്പണിയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒന്നും ഇട്ടില്ലല്ലേ? ഇല്ല, നമ്മൾ പണിയെടുക്കാനാണല്ലോ അങ്ങോട്ട് പോയത്. അല്ല സാർ, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്, ഈ ഗായ്സ് ഇവിടെ കട്ടപ്പണിയുടെ ഗായ്സ് ഇവിടെ വന്ന് പണിയെടുക്കേണ്ടി വരും ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാറില്ലാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതിപ്പം നാട്ടിലിപ്പം ഒന്നും ചെയ്യാനില്ലാത്ത ആൾക്കാരാണ് നാട്ടിൽ നിന്ന് UK കയറി പോകുന്നത്. നാട്ടിലിപ്പം സുഖമായിട്ട് വീട്ടിൽ ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ടിരുന്ന പിള്ളേർക്ക് നാട്ടിൽ UK പോയി കഴിയുമ്പോൾ പണിയെടുക്കണം. പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വർക്കിന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കോളേജിൽ ഫീസ് അടയ്ക്കാൻ പറ്റുള്ളൂ. പകുതി ആൾക്കാരും വലിയ എമൗണ്ട് ലോൺ എടുത്ത് പോകുന്ന ആൾക്കാരാണ്. അതെ, അല്ലെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. UK പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്താൽ നമുക്ക് പൈസ ഒന്നെങ്കിൽ വീട്ടിൽ കാശുണ്ടാവണം, അല്ലെങ്കിൽ പണിയെടുക്കണം മനസ്സിലാവും. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഫൈൻ. എന്നിട്ട് ആ സമയത്ത് മാരീഡ് ആയിരുന്നോ? ഞാൻ മാരീഡ് ആയിരുന്നു. ഫൈൻ. അപ്പം ആദ്യം അലീന പോയി. ഞാൻ ആദ്യം പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ ഐസൊലേഷൻ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. ഒരു മനുഷ്യരോട് മിണ്ടാനൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന കാര്യമല്ല. സോ ഹസ്ബൻഡിനെയും കൂടി ഞാൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞു നിതിൻ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഫോട്ടോഗ്രാഫി ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഒരു ആവശ്യമില്ലായിരുന്നു, ഞാൻ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് എന്താ? അപ്പോൾ അങ്ങനെ 1 വർഷത്തോളം നമ്മൾ വർക്ക് ചെയ്തു. അപ്പോഴും ഐ ഹാവ് എ സ്ട്രോങ് റിഗ്രറ്റ് ഇൻ മൈ മൈൻഡ്. നമ്മൾ ഒരു ആഴ്ചയിൽ ഇപ്പോൾ 60 മണിക്കൂർ പണിയെടുത്താലും 70 മണിക്കൂർ പണിയെടുത്താലും എൻഡ് ഓഫ് ദി ഡേ ഐ എം ജസ്റ്റ് എൻ എംപ്ലോയി. ഞാൻ അവിടെ നിന്ന് ഒന്നും മേക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് എൻ്റെ ഒരു വീക്കിലേക്കുള്ള സാലറി അല്ലെങ്കിൽ എൻ്റെ ഒരു മന്തിലേക്കുള്ള സാലറി മാത്രമേ ഞാൻ മേക്ക് ചെയ്യുന്നുള്ളൂ. ഫ്രം ദി ചൈൽഡ്ഹുഡ് ഐ വാസ് വെരി പാഷനറ്റ് അബൌട്ട് ദ ബിസിനസ്. പക്ഷേ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അതിനുള്ളൊരു സപ്പോർട്ടോ എനിക്കില്ല. So financially sound ആയിരുന്നില്ല വീട്ടിൽ. My father was passed away when I was in 5th standard. And my mother is എൻ്റെ അമ്മ മാത്രമാണ് ഞങ്ങളെ നോക്കിയത്. ഞങ്ങൾ 3 പിള്ളേരുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരെ നോക്കിയത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഇസ്രായേലിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ 3 പേരെ നോക്കിയത്. ഷീ ഗിവൻ ദ പെർഫെക്റ്റ് എഡ്യൂക്കേഷൻ ഓൾസോ ഫോർ us. അപ്പം അങ്ങനെയുള്ള ആൾക്ക് സ്റ്റാർട്ടിങ് ബിസിനസ് വാസ് റിയലി ഹാർഡ്. നോർമൽ മല്ലു ഫാമിലി. അതെ, നോർമൽ മിഡിൽ ക്ലാസ് മല്ലു ഫാമിലി തന്നെയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് റിയലി ഹാർഡ്. ഡെഫിനറ്റ്ലി. ബട്ട് ഐ മെറ്റ് എ പെർഫെക്റ്റ് മാൻ ഇൻ മൈ ലൈഫ്. ഒരു ജീവിതത്തിൽ കറക്റ്റ് പങ്കാളി വന്നതോടെ എൻ്റെ സ്വപ്നങ്ങൾക്കൊരു ചിറക് വന്നു. സോ ഐ ഷെയർഡ് മൈ തോട്ട് ടു ഹിം. ഞാൻ എൻ്റെ തോട്ട് നിതിനോട് പറഞ്ഞു. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ ഇപ്പം ഞാൻ എൻ്റെ തോട്ട് നിതിനോട് ഷെയർ ചെയ്തു. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. ബട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് ഞാൻ എത്ര വർക്ക് ചെയ്താലും എൻഡ് ഓഫ് ദി ഡേ ഐ എം ജസ്റ്റ് എൻ എംപ്ലോയി. എനിക്ക് ആ ഒരു ബേസിക് സാലറി മാത്രമേ കിട്ടുള്ളൂ. അതിൽ ഞാനൊരു വലിയ ഗ്രോത്ത് ഉണ്ടാക്കുന്നില്ല. ഞാൻ അതിലൊന്നും കാണുന്നില്ല പ്രത്യേകിച്ച്. അത് ദാറ്റ് ഡസൻറ്റ് മേക്ക് മീ ഹാപ്പി ഓൾസോ. സോ ഞാൻ പറഞ്ഞു ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ബട്ട് സ്റ്റിൽ ദാറ്റ് വാസ് റിയലി ചലഞ്ചിങ്. UK ഞാൻ 1 വർഷമേ ആയുള്ളൂ. ആകെ വന്നിട്ട് ഞാൻ അന്ന് 11 മാസമേ ഉള്ളൂ. 11 മാസം കൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അവിടെ വഴികൾ പഠിച്ചു വരാൻ തന്നെ എടുക്കുമല്ലോ. അതെ, വഴി മാപ്പും ഒക്കെ ഒന്ന് പഠിച്ച് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കണ്ടുപിടിച്ച് വരാൻ തന്നെ എടുക്കും 1 to 2 years. അപ്പോൾ ആ ഒരു സമയത്ത് ബിസിനസ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് റിയലി റിയലി ചലഞ്ചിങ് ഫോർ us. അപ്പോഴാണ് നിതിനും എനിക്കും കൂടി ഞങ്ങളുടെ ഒരു കോമൺ ഡിസ്കഷനിൽ വന്നൊരു തോട്ടാണ് വൈ വോണ്ട് യു ജമ്പ് ഇൻടു ദ എക്സിസ്റ്റിംഗ് ബിസിനസ്. കാരണം UK ഒരുപാട് റീസണും കൊണ്ട് എക്സിസ്റ്റിംഗ് ബിസിനസ്സുകൾ വിൽക്കാൻ വരും. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. തപ്പിക്കഴിഞ്ഞാൽ കിട്ടാത്ത ഒന്നുമില്ല. നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് മാർക്കറ്റിലൊന്ന് ഇറങ്ങി തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത ഒന്നുമില്ല. അപ്പം അങ്ങനെ വി ഹാഡ് എ തോട്ട് ലെറ്റ്സ് ടേക്ക് ഓവർ ആൻ എക്സിസ്റ്റിംഗ് ബിസിനസ്. യുകെയിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾ അങ്ങനെ ഉണ്ടെന്ന് എന്തൊക്കെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പല റീസണും കൊണ്ട് UK നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകൾ വാങ്ങാൻ കിട്ടും. ഇപ്പം മെയിൻ റീസൺ എന്ന് പറയുന്നത് റിട്ടയർമെന്റ് സെയിലാണ്. അതായത് പ്രോഫിറ്റിലുള്ള
പ്രോഫിറ്റുള്ള ഒരു ബിസിനസ്, പക്ഷെ അവര് ഏജ്ഡ് ആയി, സോ ദേ ഹാവ് ടു മൂവ് സംവെയർ ഓർ സെറ്റിൽ സംവെയർ. ബേസിക്കലി നമുക്കിപ്പം ഇന്ത്യയിലുള്ളൊരു ഫാഷൻ എന്ന് പറയുന്നത് പാരന്റ്സ് റിട്ടയർ ആയിട്ടുണ്ടെങ്കിൽ മക്കൾ ടേക്ക് ഓവർ ചെയ്യും. പക്ഷെ UK-യിൽ മോസ്റ്റ് പ്രോബബ്ലി ഒരു 70% ആൾക്കാരും അങ്ങനെ ചെയ്യില്ല. മക്കൾക്ക് അവരുടേതായ ലൈഫ് സ്റ്റൈൽ, അവരുടേതായ ജോലികൾ, അവരുടേതായ ബിസിനസ് അങ്ങനെ രീതിയിൽ പോകും. അവിടെ മക്കൾ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു പരിപാടിയേ ഇല്ല. അപ്പം അതുകൊണ്ട് ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് നല്ല ബിസിനസ്സുകൾ നമുക്ക് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു റിട്ടയർമെന്റ് സെയിലിൽ വന്നൊരു ഹോം കെയർ ബിസിനസ് ഞങ്ങൾ ആദ്യം വാങ്ങി. അതിനുള്ള ഫണ്ടൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തു? ഫണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഫൈനാൻഷ്യലി അത്ര വലിയ സ്റ്റേബിൾ ആൾക്കാരൊന്നും അല്ലായിരുന്നു. ബട്ട് ഐ വാസ് ഡാം കോൺഫിഡൻറ്റ്. ഞാൻ ചെയ്യുന്നതിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. ഞാൻ ആൾക്കാരോട് സംസാരിക്കുന്നതിനും ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തറവ് പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അതിനകത്തേക്ക് ഇറങ്ങുള്ളൂ. സോ ഐ ലേൺഡ് എവറിത്തിങ്. ഐ പ്രസന്റ് ദിസ് ഐഡിയ ടു വൺ ഇൻവെസ്റ്റർ. ദാറ്റ് ടൈം ഒരു നൈജീരിയൻ ഇൻവെസ്റ്റർ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്തു. ഹി വാസ് സൂപ്പർ ഹാപ്പി. അപ്പം അങ്ങനെയാണ് അപ്പം പുള്ളിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഞാൻ ആദ്യത്തെ എൻ്റെ ജേർണി അവിടെ ബിഗിൻ ചെയ്തത്. നമ്മുടെ കയ്യിലുള്ളതും ഉപയോഗിച്ച്, അതുകൂടാതെ തന്നെ നമുക്കൊരു ഇൻവെസ്റ്ററും കൂടി വന്നപ്പോൾ വി സെക്യൂർ ദാറ്റ് ബിസിനസ്. അങ്ങനെ കുറച്ചു കാലം ഞങ്ങളൊരു ഹോം കെയർ ബിസിനസ് സെറ്റ് ചെയ്യും. അന്ന് 1 വർഷമേ ആയുള്ളൂ. നമുക്ക് UK-യിൽ നിൽക്കാൻ വിസ വേണം. ദാറ്റ് ഈസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോഴാണ് ഞങ്ങൾക്കൊരു ഐഡിയ വന്നത്. വൈ വോണ്ട് ടു ഡു ദ സെൽഫ് സ്പോൺസർഷിപ്പ്. UK-യിൽ ഫസ്റ്റ് ടൈം സെൽഫ് സ്പോൺസർഷിപ്പ് എന്ന കോൺസെപ്റ്റേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളാണ്. സോ ആൾക്കാർക്ക് അറിയില്ല, എത്ര പേര് എൻ്റെ പേജ് നോക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ പേജിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സേ ഫസ്റ്റ് ടൈം സെൽഫ് സ്പോൺസർഷിപ്പ് എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളാണ്. ഞങ്ങളത് ചെയ്ത ആൾക്കാരാണ്. 2023 ബിഗിനിങ്ങിൽ തന്നെ ഞങ്ങളുടെ വിസ സ്വിച്ച് ചെയ്തു. ഒരു സ്കിൽഡ് വർക്കർ വിസയിൽ വന്നിട്ട് ഞങ്ങളൊരു ഹോം കെയർ പർച്ചേസ് ചെയ്ത് അതിൽ തന്നെ ഞങ്ങളുടെ വിസ ഞങ്ങൾ അതിനകത്തേക്ക് ചേഞ്ച് ചെയ്തു. അതിനെ വിളിക്കുന്നതാണ്, അതായത് നമ്മുടെ തന്നെ കമ്പനിയിലേക്ക് നമ്മൾ വിസ സ്വിച്ച് ചെയ്യുന്നതിനെയാണ് സെൽഫ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. യെസ്. അപ്പം അത് ഞങ്ങൾ ആദ്യം ചെയ്തു. അവിടെ നിന്നാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബിസിനസിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. അപ്പം വർക്ക് പെർമിറ്റ് അങ്ങോട്ട് മാറി. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ലീഗൽ വിസയായി. അതെ. ഫൈൻ. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അടുത്ത സ്റ്റെപ്പ് ഹോം കെയർ ഞങ്ങൾ കുറച്ചു കാലം ചെയ്തു. ബട്ട് വി വർ റിയലി, ഞാൻ ഭയങ്കര റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനോട് ഭയങ്കര പാഷനേറ്റ് ഉള്ള ഒരാളാണ്. അപ്പം റെസ്റ്റോറൻറ്റ് ചെയ്യണം എന്നും എൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഒരു UK മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു സർട്ടൺ റീജിയനിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫുഡ് ബിസിനസ് ആകരുതെന്നുള്ള എനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. സോ ഏകദേശം ഞങ്ങളൊരു 1 to 2 ഇയറിൻ്റെ സമയം വി റിസർച്ച്. നമുക്ക് ഫ്രണ്ട്സുകൾക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്, ഫ്രഞ്ച് റെസ്റ്റോറൻറ്റുകളുണ്ട്, ജാപ്പനീസ് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം 1 വർഷത്തോളം ഞങ്ങൾ ട്രാവൽ ചെയ്തു. ഡിഫറെൻറ്റ് ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാവും. അതെ, ഫിഷ് ആൻഡ് ചിപ്സ്, കബാബ്സ് ഉണ്ട്. ഇതെല്ലാം പല സ്ഥലങ്ങളിലും പല ഫുഡുകളും പല ഡിസ്കഷനും, 1 വർഷത്തോളം ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. ദെൻ വി ഫൗണ്ട് I want to start an Italian restaurant. Italian restaurant തന്നെ we specialized in pizzas and pastas. Wow. അപ്പം അതിൻ്റെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പം വേൾഡ് വൈഡ് ആണ്. അപ്പം ഒരു UK മാർക്കറ്റ് മാത്രം ആക്സസ് ചെയ്യാന്നുള്ളതല്ലായിരുന്നു ഞങ്ങളുടെ കോൺസെപ്റ്റ്. വി വോണ്ട് ടു എൻറ്റർ ഇൻ ടു ദ എൻറ്റയർ യൂറോപ്യൻ മാർക്കറ്റ്. നമുക്ക് UK-യിൽ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു ആക്സസ് ദ യൂറോപ്യൻ മാർക്കറ്റ്. ആ ഒരു ടാർജറ്റോടെയാണ് ഞങ്ങൾ ഈ ഇറ്റാലിയൻ ഫുഡിലേക്ക് ഇറങ്ങിയത്. ആൻഡ് മോർ അബൌട്ട് UK-യിലെ മൊത്തം പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാലും 58% ഓഫ് ദ പീപ്പിൾ എവറി സിംഗിൾ ഡേ ദേ ഓർഡറിങ് പിസ്സാസ് ആൻഡ് ഇറ്റാലിയൻ ഫുഡ്. ബാക്കിയുള്ള പെർസെൻറ്റേജ് ബാക്കി കുസിൻസിനുള്ളൂ. ഈവൻ ഇംഗ്ലീഷ് ഫുഡിനും ബാക്കി ഇന്ത്യൻ ഫുഡിനും ജപ്പാനീസിനും ചൈനീസിനും ബാക്കിയുള്ള പെർസെൻറ്റേജേ ഉള്ളൂ. അപ്പം ഇതിന് ഇത്രയും ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ റിയലൈസ് ചെയ്തു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് എൻ്റെ കോൺസെപ്റ്റിലേക്ക് എത്തിയത്. അതാണ് ജിയ പിസ്സ. ഇപ്പോൾ എത്ര ഔട്ട്ലെറ്റ്സ്? നമുക്ക് 3 ഔട്ട്ലെറ്റുകളുണ്ട് ഇപ്പോൾ. വിത്തിൻ 3 years time. വിത്തിൻ എ 3 years ഓഫ് ടൈം പീരിയഡ്. അപ്പം ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകൾ വെറുതെ പറയുന്നതായിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇഫ് യു വർക്ക് ഹാർഡ് definitely you can make money in UK. UK is one of the best place to make money. പണിയെടുക്കണം ഗൈസ്. എന്താ പറയാ, ഇനി എന്താ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? നമ്മുടെ ഫ്യൂച്ചർ എന്താ ഇന്ദുചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഒരുപാട് പ്ലാനുകളുണ്ട് ഇനിയും മുന്നോട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ നമ്മൾ ഒരു പിസയും പബ്ബും കൂടിയിട്ട് എന്തോ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതെ, നമ്മൾ 3ാമത് തുടങ്ങിയിരിക്കുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു കൺട്രി സൈഡിലുള്ള ഒരു 18th centuryയിലുള്ള ബിൽഡിംഗ് നമ്മൾ ടേക്ക് ഓവർ ചെയ്ത് സിയയുടെ തന്നെ ട്രഡീഷണൽ പബ് ആൻഡ് റെസ്റ്റോറൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ ഇറക്കിയിരിക്കുന്നത്. ഏകദേശം 80 to 100 സീറ്റിംഗ് കപ്പാസിറ്റി ആൻഡ് നമുക്ക് ബാർ ലൈസൻസ് കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ പുതിയ പ്രൊജക്റ്റ് തുടങ്ങാൻ പോവാണ്. ഫൈൻ. നമ്മുടെ ഓഡിയൻസിന് ഇപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവും, ലൈക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടണം. അത് ഒബ്വിയസ്ലി എല്ലാ ഇൻ്റർവ്യൂസിലും ഉണ്ടാവുന്നതാണ്, ഗസ്റ്റുകളുടെ അടുത്ത് അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ ഇഫ് സംബഡീസ് വോണ്ട് ടു
switch from here to UK? Like, ഇപ്പം കേരളം ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു വർക്ക്. ഐ മീൻ ഇവിടെയും ജോലി ചെയ്യാം, ഇവിടെ ബിസിനസ്സുകളൊക്കെ ചെയ്യാം. പക്ഷെങ്കിലും ദർ ആർ സർട്ടൻ പീപ്പിൾ ദേ ആർ തിങ്കിങ് ഐ വോണ്ട് ടു സ്വിച്ച് ഫ്രം ഹിയർ ടു UK. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കാൻ പറ്റും? ഡെഫിനറ്റ്ലി നമുക്ക് 100% ഹെൽപ്പ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അവർക്കൊരു ബിസിനസ് UK സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാൻഡ് നമുക്ക് UK കൊണ്ടുവരണം. ഇപ്പം ഉള്ള ബ്രാൻഡുകളുടെ ആൾക്കാർക്ക് ഒരു UK കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ്സ് ഈസി ഫോർ ദം ടു ആക്സസ് എ യൂറോപ്യൻ മാർക്കറ്റ്. അതൊരു വലിയ ബ്രാൻഡ് വാല്യൂ അവർക്ക് കൊടുക്കും. അപ്പോൾ ഇപ്പം റീസെൻ്റ്ലി ചിക്കിങ് UK വന്നു. ഇപ്പോൾ 2 ഔട്ട്ലെറ്റ്, ഏകദേശം 2-3 ഔട്ട്ലെറ്റുകൾ ചിക്കിങ് വന്നിട്ടുണ്ട്. അപ്പം ചിക്കിങ് ഹാസ് ക്രിയേറ്റഡ് എ ബിഗ് ബ്രാൻഡ് വാല്യൂ. അപ്പോൾ ഇതുപോലെ UK ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും ബിസിനസ്സുകാർക്ക് UK ബ്രാഞ്ച് തുടങ്ങണം, അല്ലെങ്കിൽ അവർക്കൊരു എക്സിസ്റ്റിംഗ് ബിസിനസ്സുകൾ ടേക്ക് ഓവർ ചെയ്യണം ആവശ്യമുണ്ടെങ്കിൽ 100% ആയിട്ടുള്ള എല്ലാ ഹെൽപ്പും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. സോ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടായിരിക്കും. അപ്പം അതിലോട്ട് കോൺടാക്ട് ചെയ്യാമല്ലോ അല്ലേ? കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗൈഡ് യു ലൈക്ക് വേർ യു വോണ്ട് ടു, ഐ മീൻ വാട്ട് യു വോണ്ട് ടു ഡു ഓർ ഫ്രം വേർ യു വോണ്ട് ടു സ്റ്റാർട്ട്. എല്ലാ ഡീറ്റെയിൽസുകളും അലീനയും നിതിനും നിങ്ങളെ സഹായിക്കാനുണ്ടാവും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ലൈക്ക് what is the difference between an Indian business and UK business? ബിസിനസ്സുകൾക്ക് ഒരുമാതിരി വ്യത്യാസമൊന്നും ഞാൻ 2 സ്ഥലത്തും കാണുന്നില്ല. 2 സ്ഥലങ്ങളിലും ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് രീതിയിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് മണി. ബട്ട് UK എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ബിസിനസ്സുകൾ സെറ്റ് ചെയ്യാനും നമുക്ക് കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ബിസിനസ് സെറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. You mean the back end works, ബാക്ക് ആൻഡ് വർക്ക്സുകളും പേപ്പർ വർക്ക്സുകളും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് ബിറ്റ് മോർ ഈസിയർ. നമുക്ക് ഓപ്പർച്യൂണിറ്റീസും അവിടെ കൂടുതലാണ് UK. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാരുണ്ട്, പല ആൾക്കാരും പല സാധനങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ UK നമുക്ക് സ്റ്റിൽ ട്രൈ ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ബിസിനസ് എവിടെയാണെങ്കിലും നന്നായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് അടിപൊളിയായിട്ട് പോകും. അതിനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് അല്ലേ? മനസ്സുണ്ടാവണം, ഹാർഡ് വർക്ക് ഉണ്ടാവണം. ഹാർഡ് വർക്ക് മാത്രം പോരാ, വി നീഡ് ടു ഹാവ് എ സ്മാർട്ട് വർക്ക് ഓൾസോ. സിയുടെ ഒരു ബെസ്റ്റ് ഡിഷ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പിസ്സ തന്നെയാണ്. നമുക്ക് ഏകദേശം 18 വെറൈറ്റീസ് ഓഫ് പിസ്സ ഉണ്ട്. 18 വെറൈറ്റീസിലും നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത ഒന്നാണ് സിയ സ്പെഷ്യൽ. സിയ സ്പെഷ്യൽ, പെപ്പറോണി, ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. I'm a big fan of pizza. Pizza, definitely. Most of the people, I think, everybody love pizza. കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് ഞാൻ ഇറ്റലി പോയിരുന്നു. So I had a pizza in front of pizza. പിസ്സ ടവറിന്റെ മുന്നിൽ നിന്നിട്ട് ഞാനൊരു പിസ്സ സ്ലൈസ് കഴിച്ചു. ഞാൻ എൻ്റെ പേജിൽ ഞാൻ ആ ഒരു വീഡിയോ അപ്പം അവിടെ ചെന്നപ്പോഴാണ് ഈ മാർഗരീത്ത പിസ്സ, ഐ മീൻ അതൊരു ക്വീനായിരുന്നെന്നും അവർ ഇഷ്ടപ്പെട്ടപ്പോഴാണ് മാർഗരീത്ത എന്നുള്ളൊരു പേര് വന്നതെന്നുള്ള എൻ്റെ ഒരു. ആക്ച്വലി നമ്മുടെ സിയുടെ ഫൗണ്ടർ ഇറ്റാലിയനാണ്. ഫൗണ്ടറിന്റെ പേരാണ് വിറ്റാരി കാപ്പിറ്റി. ഏകദേശം 20 വർഷം മുമ്പ് ഇംഗ്ലണ്ടിൽ വന്ന് പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ് ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്തത്. അപ്പം അതിനെ ഞങ്ങളൊരു ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കൺസൾട്ടന്റിനെ വെച്ച് ഞങ്ങൾ റീബ്രാൻഡ് ചെയ്ത് ഇറക്കുമായിരുന്നു ചെയ്തത്. ബിക്കോസ് ഞാനൊരു ഷെഫല്ല, എൻ്റെ ഹസ്ബൻഡും ഷെഫല്ല, ഞങ്ങൾക്ക് ഹോസ്പിറ്റാലിറ്റിൻ്റെ വലിയ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല. സോ അവിടുന്ന് ഞങ്ങൾ ഇതെല്ലാം ഒരു കൺസൾട്ടന്റിനെ കൊണ്ടുവന്നാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ റീബ്രാൻഡ് ചെയ്തത്. മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് പാരമ്പര്യമുള്ള ഒരു ഫുഡാണ്. ഒരു വർഷം മുൻപ് തുടങ്ങിയ സാധാരണക്കാരൻ കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫുഡാണ് പിസ്സ. പിന്നീട് ക്വീൻ ഇത് കഴിക്കുകയും ക്വീന് ഇത് കഴിക്കണം തോന്നിയത്രേ. ഞാൻ കേട്ട ഒരു കഥ അങ്ങനെയാണ്. അപ്പം ഷെഫിൻ്റെ അടുത്ത് നിന്ന് കാര്യം പറയുന്നു. അപ്പം അയാൾ ഇറ്റലിയുടെ ഫ്ലാഗിൻ്റെ കളറിൽ ഒരു പിസ്സ ഉണ്ടാക്കി, ലൈക്ക് ബേ ലീവ്സും ടൊമാറ്റോസും മൊസറല്ല ചീസൊക്കെ വെച്ചിട്ട് ആ ഒരു ഫ്ലാഗിൻ്റെ ഒരു കളർ കോഡിൽ ഒരു പിസ്സ ഉണ്ടാക്കി കൊടുക്കുകയും അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും പിന്നീട് അവിടെ നമ്മുടെ പിസ്സയുടെ ഒരു യുഗം തുടങ്ങുകയും ചെയ്യും. ശരിക്കുള്ള ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്ത് ഭയങ്കരമായിട്ട് വരുന്നു. ഞാൻ ഇറ്റലിയിൽ പോയപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു, ലൈക്ക് ഐ വോണ്ട് ടു ടേസ്റ്റ് ദ റിയൽ ഒത്തൻറ്റിക് ഫ്ലേവർ ഓഫ് പിസ്സയുടെ ഒറിജിനൽ ഇറ്റലിയാണ്. നാപ്പിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ചലഞ്ചിലൂടെ കടന്നു പോകും എന്തായാലും. കാരണം വെച്ചാൽ ഒന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഒരു കാര്യമല്ല നിങ്ങൾ ചെയ്യുന്നത്, വേറൊരു വേർട്ടിക്കലിലായിരുന്നു നിങ്ങൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് തോന്നിയ ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു ഈ ബിസിനസ് സാമ്രാജ്യം തുടങ്ങുമ്പോൾ? ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മൾ UK തുടങ്ങുന്നത്. ഇന്ത്യയിലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കാം. UK നമ്മൾ അവിടുത്തുകാരല്ല, റൂൾസ് അറിയില്ല, റെഗുലേഷൻ അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് എടുക്കാൻ പോകുമ്പോൾ പോലും നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ലീസ് കിട്ടാൻ ഒരു പോർട്ട്ഫോളിയോ ഇല്ല. നമ്മുടെ പേരിൽ പ്രോപ്പർട്ടികളില്ല. നമ്മൾ വന്നിട്ട് ഇത്ര നാളായുള്ളൂ. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു 10-15 ലാൻഡ് റോഡ്സിന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കിട്ടിയാലല്ലേ നമുക്ക് അതിനകത്ത് ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങളൊരു 10-14 പേരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ
ഞങ്ങൾ കൺവിൻസ് ചെയ്തൊരു ലാൻഡ് റോഡിനെടുത്ത് അവിടെ നിന്നാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പം UK ബിസിനസ് എന്ന് പറയുന്നത് ഈസിയുള്ള പരിപാടിയല്ല. നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് എമൗണ്ട് മാത്രം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കതിനൊരു ലീഗൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, നമുക്കതിൻ്റെ അക്കൗണ്ടിങ് സൈഡ് അറിയാവുന്ന ഒരാളുണ്ടായിരിക്കണം, നമുക്ക് ലീസ് കിട്ടാൻ ഇതുപോലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഞങ്ങൾ ബിഗിനിങ്ങിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം ലീസ് ചെയ്യാൻ നമുക്കവിടെ സോളിസിറ്റർ ഉണ്ടായിരിക്കണം. പ്രോപ്പർ സോളിസിറ്റർ ത്രൂ ആണ് നമ്മളവിടെ ലീസ് ചെയ്യുന്നത്. അപ്പം ഏത് സോളിസിറ്റർ അപ്രോച്ച് ചെയ്യണം? ഞങ്ങൾ ആദ്യം ചെയ്ത സോളിസിറ്റർ ഏകദേശം ഞങ്ങൾക്ക് ചാർജ് ചെയ്തത് 5,000 to 6,000 pound ആയിരുന്നു. ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഒരു 6 ലക്ഷം ലീസിന് മാത്രം ഞങ്ങൾക്ക് ചാർജ്. കാരണം നമുക്കറിയില്ല, നമുക്ക് കിട്ടിയ ഒരു സോളിസിറ്റർ വെച്ച് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് അവിടെ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നൗ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഏകദേശം 3-4 സോളിസിറ്റേഴ്സ് ഉണ്ട്. അപ്പം ഡിഫറെൻറ്റ് കാര്യങ്ങൾക്ക് ഞാൻ അപ്രോച്ച് ചെയ്യുന്ന ഡിഫറെൻറ്റ് സോളിസിറ്ററാണ്. അപ്പം അതുപോലെ ഒരു ബിസിനസ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ചാലഞ്ചസ് വിൽ ബി ദർ ഇൻ ഫ്രണ്ട് ഓഫ് യു ഇൻ UK. ഐ ഡോണ്ട് നോ ഇൻ ഇന്ത്യ ഓൾസോ വിൽ ബി ചാലഞ്ചസ് വിൽ ബി ദർ. എവിടെയാണെങ്കിലും ചാലഞ്ചസ് ഉണ്ട്. അതെ, പക്ഷെ അത് ടാക്കിൾ ചെയ്ത് പോയി ബിസിനസ് ചെയ്യാമെന്നാണല്ലോ, അതിനാണല്ലോ നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ബിസിനസ്സുകാരെന്ന് വിളിക്കുന്നത്. അതെ, അത് ചെയ്യുന്നവരെയാണല്ലോ ബിസിനസ്സുകാരെന്ന് വിളിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ ഫാമിലി എന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? നിതിനൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് നാട്ടിൽ നിന്ന് പോകുന്ന ഒരു നഴ്സിംഗ് പഠിച്ചൊരു പെൺകുട്ടി അവിടെ ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഹൗ യുവർ മോം? അതെ, ഫാമിലിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്നും എൻ്റെ ഫാമിലി ബിസിനസ്സുകാരല്ല. ഇപ്പം എൻ്റെ ഒരു ഫാമിലിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക. ബിസിനസ് എന്ന് പറയുന്നത് വളരെ റിസ്കി ഫാക്ടറാണ്. പൈസ പോകും, നഷ്ടപ്പെടും, അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ് എൻ്റെ മമ്മിക്കും എൻ്റെ ചേട്ടനും ഒക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു നിതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണുള്ളത്. പക്ഷേ നിതിൻ ആൻഡ് മീ വാസ് ഡാം കോൺഫിഡൻറ്റ്. നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഫാമിലിയുടെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടായി. ഞങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം ഓക്കെ അല്ലേ, ചെയ്തു നോക്ക്, നിങ്ങളെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. എങ്കിലും അവർക്ക് പേടിയായിരുന്നു, നമ്മളെക്കാൾ പേടി അവർക്കാണ്. മക്കൾ UK പോയി ബിസിനസ് ചെയ്ത് ഇനി പെട്ടുപോകുമോ എന്നുള്ളൊരു പേടിയാണ് അവർക്കുണ്ടായിരുന്നത്. നമ്മൾ ആ ചലഞ്ചസ് ഒക്കെ കയറി വന്ന് ഇവിടെ വരെ എത്തി. അപ്പം ഇനിയിപ്പോൾ ഒരു പുതിയൊരാൾ അവിടെ തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ബിക്കോസ് നിങ്ങൾ പോയ റൂട്ടിൽ കൂടെ തന്നെ ആയിരിക്കും ആൾക്കും പോകേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ ഒരാൾക്ക് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് 100% അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. കാരണം ഇതിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരും എന്നുള്ളത് ഓൾറെഡി എനിക്കറിയാം. അതെ, അതിനെന്തൊക്കെ സൊല്യൂഷനും ഉണ്ടെന്ന് എനിക്കറിയാം. സോ whomever wants to start a business in the UK, അവർക്ക് ഒരു പ്രശ്നമില്ലാണ് നമുക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത് ആ റൂട്ടിൽ കൂടെ പോയ ആളുകൾ എന്നുള്ള രീതിയിൽ. അതെ, നമ്മൾ ഈ പണി കിട്ടുമ്പോഴേ പഠിക്കുള്ളൂ എന്ന് പറയില്ലേ, അങ്ങനെ പണി കിട്ടി പഠിച്ചവരാണ് ഞങ്ങൾ. ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടപ്പോഴേ അതിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടു, ചില സ്റ്റോറുകളുടെ ഉദ്ഘാടനത്തിൻ്റെ സമയത്തൊക്കെ. അതെ, അപ്പം ഈ സമയത്ത് പ്രഗ്നൻസി ഉണ്ടായിരുന്നോ? ഞാൻ എൻ്റെ ഫസ്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ഓ മൈ ഗോഡ്. ഞാൻ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തു. ഞങ്ങൾ അന്നൊരു ഇറ്റാലിയൻ ഗാല നൈറ്റ് പ്ലാൻ ചെയ്തു. അതായത് കുറച്ചുകൂടി കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ബൊഫറ്റ് ഒക്കെ സെറ്റ് ചെയ്തു റെസ്റ്റോറൻറ്റിൽ. അന്ന് നൈറ്റാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഗാല നൈറ്റ് കഴിഞ്ഞു, നേരെ വീട്ടിൽ പോയി ഹോസ്പിറ്റൽ ബാഗ് എടുത്തു. അവിടുന്ന് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. 3 ദിവസം കഴിഞ്ഞ് കൊച്ചിനെ കൊണ്ട് തിരിച്ചു വന്നു. വിത്ത് ഗ്രേസ് ഓഫ് ഗോഡ് എൻ്റെ നിതിൻ്റെ പാരൻസ് UK ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ആ സമയത്ത് ഉണ്ടായിരുന്നു. ഐ ഹാവ് റിസീവ്ഡ് എ കംപ്ലീറ്റ് സപ്പോർട്ട്. എല്ലാത്തിനും അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ചൈൽഡ് കെയറിന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് സ്റ്റിൽ ഐ ക്യാൻ ഏബിൾ ടു മാനേജ് മൈ റെസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓൾസോ. അങ്ങനെ വിത്തിൻ കുഞ്ഞുണ്ടായ ഒരു മാസം കൊണ്ട് ഞങ്ങൾ അടുത്ത റെസ്റ്റോറൻറ്റ് തുടങ്ങി. എൻ്റെ കുഞ്ഞിനിപ്പം 4 മാസമായിട്ടുണ്ട്. 4 മാസമായപ്പോഴത്തേക്ക് ഞങ്ങൾ 3ാമത്തെ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നോട്ട് റെസ്റ്റോറൻറ്റ്, പബ് ആൻഡ് റെസ്റ്റോറൻറ്റ്. ചില സമയത്തൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ പലരും പ്രഗ്നൻസി ടൈമൊക്കെ ഭയങ്കര എക്സ്ക്യൂസസ് ആയിട്ടാണ് ഉപയോഗിക്കല്. ഞാൻ പ്രഗ്നൻ്റ് അല്ലേ, ഇനി പ്രഗ്നൻസി ടൈം കഴിയട്ടെ, അല്ലെങ്കിൽ ആ കുഞ്ഞുണ്ട്, ചെറിയൊരു കൊച്ചുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ചിലപ്പം ഇത് അത്ര അങ്ങോട്ട്. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ചുറ്റുമുള്ള ഒന്നും ഒരു പ്രോബ്ലം ആണെന്നും നമുക്ക് തോന്നില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതാ തോന്നിയത്. ചുറ്റുമുള്ള ഒന്നും എൻ്റെ പ്രോബ്ലംസ് അല്ല, അതെല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ബിസിനസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ ഒരു അച്ചീവ്മെന്റ്. അതാണ്, അല്ലാണ്ട് കൈൻഡ് ഓഫ് പാഷൻ. എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു ഒബ്സഷൻ ആയിരുന്നു അതിനോട്. ഇത് ചെയ്തേ പറ്റത്തുള്ളൂ, അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു. കുട്ടി, എൻ്റെ മോൾ എനിക്ക് സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഐ നോ ദാറ്റ് എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പാരൻസ് നോക്കും എന്നും എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ട്. അപ്പം അവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഐ ഹാവ് ജംപ്ഡ് ഇൻടു ദ 3rd റെസ്റ്റോറൻറ്റ് വെൻ മൈ ഡോട്ടർ വാസ് 4 months old. What's your dream like? എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് വി വാണ്ട് ടു ഒരു സിയനെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. ആൻഡ് നോട്ട് ഓൺലി വി ആർ ഗോയിങ് ടു ബി സ്റ്റക്ക് വിത്ത് സിയ, വി ആർ പ്ലാനിങ് മൾട്ടിപ്പിൾ തിങ്സ്. ബട്ട് അറ്റ് ദ മൊമെന്റ് സിയനെ പറ്റി പറയുകയാണെങ്കിൽ
സിയനെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിലേക്ക് കൊണ്ടുപോകണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഇപ്പോൾ തന്നെ ഓൾറെഡി ഇന്റർനാഷണൽ അല്ലേ? ഇപ്പോൾ ഞങ്ങൾക്ക് യൂറോപ്യൻ വി ഓൺലി നമുക്കിപ്പം ഔട്ട്ലെറ്റ് ഉള്ളത് UK മാത്രമാണ്. അതൊരു മൾട്ടിനാഷണൽ യൂറോപ്യൻ മാർക്കറ്റ്, മോർ യൂറോപ്യൻ കൺട്രീസിലേക്ക് റീച്ച് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗോള്. ഫുഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് ചലഞ്ചസുകളും ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ ഷെഫിങ് അല്ലെങ്കിൽ നിങ്ങളുടെ റെസിപ്പീസ്. അപ്പം അതൊക്കെ എങ്ങനെയാണ് ഒരു കോമൺ മെത്തേഡിലൂടെ പോവാണോ? നമ്മൾ എവറി 6 months റെസിപ്പീസ് അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ ഇറ്റലിയിൽ നിന്ന് തന്നെ കൺസൾട്ടൻസിനെ കൊണ്ടുവന്ന് നമ്മൾ എവറി 6 months റെസിപ്പീസ് മാറ്റും. ഈ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് പുതിയ സാധനങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് താഴ്ത്തും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ബാക്കി ബിസിനസ്സുകൾക്കൊന്നും അത്ര വലിയ പ്രശ്നം വരില്ല. അവിടെ ഉള്ളതിനെ പ്രൊമോട്ട് ചെയ്ത് പോവാണ് ബാക്കി ബിസിനസ്സുകാർ ചെയ്യുന്നത്. പക്ഷേ ഫുഡിൽ നമ്മൾ എല്ലാ മാസത്തിലും ഇതുപോലെ പുതിയ സാധനങ്ങൾ വന്നില്ലെങ്കിൽ ഉള്ള മാർക്കറ്റിൽ നമ്മൾ ഡൗൺ ചെയ്തു പോകും. കാരണം ഒരുപാട് കോമ്പറ്റീറ്റീവ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് എവറി 6 months നമ്മൾ ഇറ്റലിയിൽ നിന്ന് തന്നെ കൺസൾട്ടൻറ്റിനെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് മെനു നമ്മൾ അപ്ഡേറ്റ് ചെയ്തെടുക്കും. ആൻഡ് ഓൾസോ വി ആർ വെരി ഗുഡ് ഇൻ മാർക്കറ്റിംഗ് ഓൾസോ. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കരുതുന്നത് 60% ഫുഡ് ആൻഡ് 40% അബൌട്ട് അവർ മാർക്കറ്റിംഗ്. നമ്മൾ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യുന്നു അതനുസരിച്ചാണ് നമ്മൾ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുകയുള്ളൂ. കാരണം ആൾക്കാരിലേക്ക് ഇത് റീച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സ് വരുള്ളൂ. അല്ലാണ്ട് ഞാൻ നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട് അത് കണ്ടുപിടിച്ച് ആൾക്കാർ വരുമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഒരു അത്രയും വെൽ നോൺ ബ്രാൻഡായിട്ട് മാറണം. ഒരേ റെസിപ്പി തന്നെ കീപ്പ് ചെയ്യണം. ലൈക്ക് KFC അല്ലെങ്കിൽ മെക്ഡിയൊക്കെ പോലെ. അവരും ഒരുപാട് വർഷം കൊണ്ടാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. സ്റ്റാർട്ടിംഗ് ടൈമിലൊക്കെ അവരും ഇതുപോലെ റെസിപ്പി ചേഞ്ചസും സ്റ്റിൽ KFCയും ഡൊമിനോസ് ഒക്കെ ആണെങ്കിലും സ്റ്റിൽ അവർ പുതിയ ഡിഷസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചിലത് കൊണ്ടുവരുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ അവിടെ ഒരു ബേസ് പാക്ക് അവിടെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അവർ മാർക്കറ്റിൽ പിടിച്ചേക്കുന്ന പുതിയ സാധനങ്ങളും സ്റ്റിൽ ഡൊമിനോസ് ഉണ്ട് വെരി ആക്റ്റീവ് ഇൻ മാർക്കറ്റിംഗ്. ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു അവർ ബാങ്ക്രപ്റ്റ് ആയി പോയ ആൾക്കാരാണ്. അപ്പോൾ അവിടുന്ന് അവർ മാർക്കറ്റിങ്ങും പുതിയ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് അവരും കയറി വന്നത്. അപ്പോൾ ബിസിനസ് ഏതൊരു ബിസിനസ്സിൻ്റെയും അൾട്ടിമേറ്റ് തിങ് എന്ന് പറയുന്ന മാർക്കറ്റിംഗ്. അപ്പോൾ എന്തായാലും വലിയ വിജയങ്ങളുണ്ടാവട്ടെ, ഏറ്റവും നല്ല രീതിയിലേക്ക് ബിസിനസ് കൊണ്ടുപോകാൻ പറ്റട്ടെ. മെസ്സേജ് ടു അവർ കേരള മാർക്കറ്റ്. സോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള എൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു അൾട്ടിമേറ്റ് ഗോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാം ശരിയായതിനു ശേഷം മാത്രമേ ഞാനിത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കാലം ജീവിതത്തിലില്ല. സോ ലെറ്റ്സ് ഡു ഇറ്റ്. കുറേ ആൾക്കാർ പറയും എനിക്കൊരു പ്രോപ്പറായിട്ടുള്ള ബിസിനസ് ഗൈഡൻസ് തരാൻ ആരുമില്ല, എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, എനിക്കിത് ചെയ്യാനുള്ള സഫീഷ്യൻറ്റ് ഫണ്ടിങ് ഇല്ല. ബട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർ പ്ലാൻ, നിങ്ങൾക്കൊരു പ്രോപ്പർ ഐഡിയ ഉണ്ടെങ്കിൽ അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ ഒരു കുറച്ച് എഫേർട്ട്, നിങ്ങൾ കുറച്ച് സ്മാർട്ട് വർക്കും കുറച്ച് ഹാർഡ് വർക്കും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ വലിയ ബിസിനസ് പ്ലാനോ ഒന്നും ഇല്ലാണ്ട് ഞാൻ UK എൻ്റെ ജേർണി തുടങ്ങിയത്. സോ യു ക്യാൻ സീ ഫ്രം മീ. സോ ഇഫ് ഐ ക്യാൻ ഡു, ഡെഫിനറ്റ്ലി യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ചൊല്ലുണ്ട്, പെൺകുട്ടികളുടെ അടുത്ത് ഏജ് ചോദിക്കരുത്, അതുപോലെ തന്നെ ശമ്പളം ചോദിക്കരുത്. പക്ഷേ ഞാനതൊന്ന് തെറ്റിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ. ഇപ്പോൾ 3 റെസ്റ്റോറൻറ്റ്സ് UK സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം എത്രയാണ് വയസ്സ്? എത്രയാണ് പറയണോ? എനിക്ക് 26 വയസ്സ്. 26 വയസ്സിൽ UK 3 റെസ്റ്റോറൻ്റ് ആയി. 2 റെസ്റ്റോറൻറ്റ് ഒരു പബ്ബും സ്റ്റാർട്ട് ചെയ്തു. ഫൈൻ. അപ്പം എത്രാമത്തെ വയസ്സിലാണ് അവിടെ എത്തിയത്? ഞാൻ 23-ാം വയസ്സിലാണ് UK എത്തിയത്. UK എത്തുന്നു. അപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞാൽ അപ്പം തന്നെ അല്ലേ ഡിഗ്രി? വലിയ സമയമൊന്നും വേസ്റ്റ് ചെയ്ത് നാട്ടിൽ നിന്നിട്ട് ഇപ്പം എന്താ ചെയ്യുന്ന വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഐഡിയ ഉണ്ടെങ്കിലും അത് പ്രവർത്തിയിൽ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നമ്മൾ അന്നും UK പോകാമെന്ന് മാത്രമല്ലായിരുന്നു എൻ്റെ ഒരു മോട്ടീവ്. എനിക്ക് ബിസിനസ് ചെയ്യണമെന്ന് ഐ വാസ് റിയലി പാഷനേറ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് മൈ ലൈഫ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നു, അച്ഛനില്ലാണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നു, അവിടുന്ന് ഒരു ബിസിനസ്സിലേക്ക് വരുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിയലി ഹാർഡ് ജേർണി ഫോർ മീ. ഇപ്പം എൻ്റെ മമ്മി ഞങ്ങളെ 3 വരെ പഠിപ്പിച്ച് തന്നെ വളരെ കഷ്ടപ്പെട്ടാ. ഇനിയിപ്പോൾ അതിൽ ഞാനൊരു ബിസിനസ്സും കൂടി പോയി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു കല്ലെടുത്ത് മമ്മിയുടെ മേത്ത് വെക്കുന്ന ഒരു അവസ്ഥയാകും. അപ്പം അതുകൊണ്ട് ഞാൻ അതിനെ ഒന്നും പറഞ്ഞിട്ട് പോലുമില്ല. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഇന്റൻഷനെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് പോലുമില്ല. മമ്മി നഴ്സിംഗ് പഠിക്കാൻ പറഞ്ഞു, നമുക്കൊന്ന് കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം മമ്മി ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന ആളാണ്. മമ്മിയാണ് കോഴ്സ് ചെയ്തത്. മമ്മി പറഞ്ഞു നഴ്സിംഗ് പഠിച്ചോ മോളെ, അതാണ് നല്ലത്. നഴ്സിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ UK പോകാം, യൂറോപ്യൻ രാജ്യത്ത് പോകാം, വെൽ സെറ്റിൽ ആകാം. അന്ന് മമ്മി പറഞ്ഞു നമുക്ക് അവിടെ ഇപ്പം വേറൊരു കോഴ്സ് ചൂസ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ എഞ്ചിനീയറിന് പോകാനോ MBA പോകാമെന്നോ BBA പോകാമെന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. നഴ്സിംഗ് മൈസൂർ ബാംഗ്ലൂർ പോയി പഠിക്കുക. അതെ, മൈസൂരാണ് അടുത്ത്. ഏകദേശം 2-2.5-3 മണിക്കൂർ പോയി കഴിഞ്ഞാൽ മൈസൂർ എത്തുന്നു. പഠിക്കുക, ലീവിന് വീട്ടിൽ വരിക, പഠിത്തം കഴിയുമ്പോൾ OET അല്ലെങ്കിൽ IELTS എഴുതുക, UK പോയി സെറ്റിൽ ആകും. അതാണ് എൻ്റെ മമ്മിയുടെയൊക്കെ ഒരു അതെ, അവര് കണ്ടിരിക്കുന്ന ഒരു ലൈഫ് അതാണ്. ഒരു പ്രോപ്പർ ജോലി ഉണ്ടെങ്കിൽ ലൈഫ് സെറ്റിലാണ്, വേറെ റിസ്ക് ഒന്നും ഇല്ല എന്നാണ്
അവർ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ 26-ാമത്തെ വയസ്സിൽ UK വന്ന് നേഴ്സായിട്ട് UK വന്ന് അല്ലെങ്കിൽ കെയർ ഹോമിലേക്ക് വന്ന് അവിടെ നിന്ന് ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കി ഇനിയും വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്ന അലീനയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഒരുപാട് അലീനമാർ ഇങ്ങനെയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിന് കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള പലരും. പക്ഷേ നേരത്തെ അലീന തന്നെ പറഞ്ഞ പോലെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള മനസ്സുണ്ടാവണം. ആ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അലീനയും നിതിനും ഉണ്ടാവും നിങ്ങളെ സഹായിക്കാനായിട്ട്. നിങ്ങൾ അവരുടെ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി അവർ നിങ്ങൾക്കുള്ള റൂട്ട് പറഞ്ഞു തരും. അപ്പാർട്ട് ഫ്രം ഹോട്ടൽ ഇൻഡസ്ട്രി ലൈക്ക് ദിസ് പിസ്സ ആൻഡ് പബ്സ് ആൻഡ് ഓൾ, മറ്റേത് കൈൻഡ് ഓഫ് ബിസിനസ്സുകളൊക്കെയാണ് നമ്മൾ ചെയ്യാറ് അല്ലെങ്കിൽ സഹായിക്കാൻ പറ്റുന്നത്? നമുക്ക് ഏകദേശം ഒരു 80% ഓഫ് ബിസിനസ്സുകൾ നമുക്ക് UK സെറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത പാർട്ടുകൾ എന്ന് പറയുന്നത്, ഇപ്പം ആർക്കെങ്കിലും വളരെ മാർക്കറ്റിൽ ഇല്ല, എക്സിസ്റ്റിംഗ് അല്ലാതെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആയിട്ട് വരുന്നവരാണെങ്കിൽ അതിൻ്റെ ലീഗൽ സൈഡും അക്കൗണ്ട് സൈഡ് ഹെൽപ്പ് എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ബാക്കി ബിസിനസ് പ്ലാൻ അവർ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അതുകൂടാണ്ട് എല്ലാ ബിസിനസ്സും ഒരുമാതിരിപ്പെട്ട എല്ലാ ബിസിനസ്സുകളും നമുക്ക് UK സെറ്റ് ചെയ്ത് കൊടുക്കാം. UK എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സുകൾ അല്ലേ ഇപ്പം നിലനിന്ന് പോകുന്ന നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പം ഇന്ത്യയിൽ നിന്ന് ആർക്കെങ്കിലും ഒരു ബ്രാൻഡ് UK കൊണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ്ലി ചെയ്തു കൊടുക്കാൻ പറ്റും. അത് ഇപ്പം പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക്. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി അല്ലാതെ ഈ പബ് അതുപോലെ പിസ്സ ഇതല്ലാതെ മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് ഈ സിയ പിസ്സ എന്ന കമ്പനി കൂടാണ്ട് നമുക്ക് മറ്റൊരു കമ്പനി ഉണ്ട്, NS ഗ്ലോബൽ വെഞ്ചർ. ഈ NS ഗ്ലോബൽ വെഞ്ചർ എന്ന പാരന്റ് കമ്പനി ത്രൂ ആണ് നമ്മൾ ഈ ബിസിനസ് കൺസൾട്ടേഷൻ, ഇപ്പം ഏതെങ്കിലും ഇന്ത്യയിലുള്ള ബ്രാൻഡുകാർക്ക് UK വന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും എക്സിസ്റ്റിംഗ് ബിസിനസ് ചെയ്ത് ടേക്ക് ഓവർ ചെയ്യണം, നമ്മുടെ NS ഗ്ലോബൽ വെഞ്ചർ എന്ന കമ്പനി ത്രൂ ആണ് നമ്മൾ കംപ്ലീറ്റ് A to Z അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം അവരുടെ ബ്രാൻഡിങ്, അവരുടെ കമ്പനി രജിസ്ട്രേഷൻ, ലീഗൽ സൈഡ്, ലീസ് എഗ്രിമെൻറ്റ്, അക്കൗണ്ടിങ് സൈഡ്, അങ്ങനെ എല്ലാം കംപ്ലീറ്റ് നമ്മുടെ NS ഗ്ലോബൽ വെഞ്ചറാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മളിപ്പം സോഷ്യൽ മീഡിയ മുഴുവൻ കാണുന്നത് ഈ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള കുട്ടികളുടെ ദീനരോധനങ്ങളാണ്. അവിടെ വന്ന് ആകെ പറ്റിക്കപ്പെട്ടു, അവിടെ എന്താ കലാപമാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ ഇറങ്ങുന്നത്. സത്യത്തിൽ ഇപ്പം എന്താണ് അവിടെ, നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു, അയാൾ അവിടെ പഠിച്ചു, പക്ഷേ അയാൾക്ക് അവിടെ വീണ്ടും സ്റ്റേ ബാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്താണ് സജസ്റ്റ് ചെയ്യാൻ കഴിയുക? ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UK ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ബിസിനസ് സൈഡ് ആണെങ്കിലും വർക്കിൻ്റെ സൈഡ് ആണെങ്കിലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് UK ഉണ്ട്. നമ്മൾ കുറച്ച് സ്മാർട്ട് ആണെങ്കിൽ നമുക്ക് വർക്ക് കിട്ടാനോ അല്ലെങ്കിൽ അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ യാതൊരു ലിമിറ്റേഷൻസും ഇല്ല. ഇപ്പം എൻ്റെ തന്നെ സോൾസ്ബറിയിൽ ഒരു സിയ പിസ്സയുടെ ബ്രാഞ്ച് ഉണ്ട്. അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് സ്റ്റഡി കഴിഞ്ഞ് പോസ്റ്റ് വിസയിൽ PSW, അവിടെ സ്റ്റഡി കഴിഞ്ഞിട്ടുള്ളൊരു വിസാന് നമ്മൾ 2 years നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടും. അതിന് PSW എന്നാണ് പറയുന്നത്. PSWയിൽ നിന്നുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻ്റാണ് നമ്മുടെ സിയ സോൾസ്ബറി ബ്രാഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ വർക്കിംഗ് പാർട്ണറായിട്ട് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ PSWയിൽ സ്റ്റക്ക് ചെയ്ത് ഒന്നും ചെയ്യാനില്ലാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്കൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതെ, അവരൊന്നും ഓപ്പർച്യൂണിറ്റി തരില്ല. ഇല്ല, നമുക്ക് ആരും ഒന്നും കയ്യിൽ കൊണ്ട് തരില്ല. നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് അതിനെ വാല്യൂ ഉണ്ടാവുള്ളൂ. നമ്മുടെ കൈ കൊണ്ട് തരുന്നതിന് ഒന്നും വാല്യൂ ഉണ്ടാവില്ല. അങ്ങനെയൊന്നും കിട്ടില്ല. കിട്ടിയാലും അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. നമ്മൾ കണ്ടുപിടിച്ച് പോകുന്നതിനെ ഒന്നും വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പം സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നവരോടും ഒരു വാക്ക്, ഒരു എംപ്ലോയറാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരിയാണ് പറയുന്നത്, അവിടെ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ അത് ആരും കൊണ്ടുവന്ന് തരില്ലടാ. നമ്മുടെ റൂമിലോട്ട് കൊണ്ടുവന്നിട്ട് മോനെ നീ ഒരു ബിസിനസ് തുടങ്ങുക എന്നൊക്കെ ഒന്നും പറഞ്ഞ് ഒരാളങ്ങോട്ട് വരില്ല. അത് കണ്ടെത്തലാണ് നമ്മുടെയൊക്കെ പണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പരിശ്രമിക്കുക. വെറുതെ പരിശ്രമിച്ചാൽ പോരാ, ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അതിന് വേണ്ടി മെനക്കെടേണ്ടി വരും. പക്ഷേ മെനക്കെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ സക്സസ്ഫുള്ളായിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരിക്കാം അല്ലേ. അപ്പം സ്റ്റുഡൻറ്റ് വിസയിലായാലും ഇനി അതല്ല ഒരു വർക്ക് വിസയിലായാലും ഒക്കെ ഇങ്ങനെ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ കഴിയും നമുക്ക് PSWയിൽ നിൽക്കുന്ന സമയത്ത് ബിസിനസ് രജിസ്റ്റർ ചെയ്യാൻ യാതൊരു ലിമിറ്റേഷൻസും ഇല്ല. ഇപ്പോൾ PSWയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് UK എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യാം. അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി അവിടുത്തെ ഗവൺമെൻറ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങളെ വിളിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, PSWയിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 100% ആയിട്ടുള്ള അസിസ്റ്റൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മൾ എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മൾ ഇവിടുന്ന് വരുന്നു, ചിലപ്പോൾ അത്യാവശ്യം ലോണൊക്കെ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അതൊക്കെ അടച്ചു വിട്ടാന്നൊക്കെ കരുതിയിട്ടായിരിക്കും അവിടെ പോയിട്ടുണ്ടാവും. പക്ഷേ കോഴ്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് 2 വർഷത്തെ സ്റ്റേ ബാക്ക് ആ പീരീഡും കഴിഞ്ഞു. ഇനി അയാൾ നാട്ടിലോട്ട് തിരിച്ചു വരാൻ ബാധ്യസ്ഥനാണ് അല്ലേ അവിടുത്തെ റൂൾ അനുസരിച്ച്. അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻറ്റിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ബിസിനസ് താല്പര്യമുള്ള ആളാണെങ്കിൽ നമുക്ക് ആ ബിസിനസ് സെറ്റ് ചെയ്ത് അതിൻ്റെ തന്നെ വിസയിലേക്ക് മാറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം അവരുടെ ബിസിനസ് പ്ലാൻ എന്താണെങ്കിലും അത് നമുക്ക് കംപ്ലീറ്റ് അസിസ്റ്റൻസ് ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക്
വിസ ഈ PSW യിൽ നിന്ന് PSW യിൽ നിന്ന് ബിസിനസ് വിസ ബിസിനസ് വിസ എന്ന് ഞാനത് ഒരിക്കലും പറയില്ല. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന കമ്പനിയുടെ പേരിലെടുക്കുന്ന വിസയാണ്. ഇതിന് നമ്മൾ സെൽഫ് സ്പോൺസർഷിപ്പ് വിസ എന്ന് പറയും. ഈ സെൽഫ് സ്പോൺസർഷിപ്പ് വിസ എന്ന് പറയുന്നതും നമ്മൾ UK വെബ്സൈറ്റിലോ കാര്യങ്ങളോ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇറ്റ്സ് ക്ലിയർലി കമ്പനിയുടെ തന്നെ വിസയാണ്. അതിനൊരു ലീഗൽ ടീം ഇതിനെ സെൽഫ് സ്പോൺസർഷിപ്പ് വിസ എന്ന് വിളിക്കുന്നുള്ളൂ. ബട്ട് PSW യിൽ നിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഏറ്റവും നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം അവർക്ക് തന്നെ ഇപ്പം മറ്റ് ബിസിനസ് ഐഡിയകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സിയയുടെ തന്നെ ബ്രാഞ്ചസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ എൻറ്റയർ UK ബ്രാഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും സ്റ്റുഡൻറ്റിന് ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ പോലും നമ്മൾ ഏകദേശം 2 വീക്സോളം നമ്മൾ അവരുടെ കൂടെ നിന്ന് ട്രെയിനിങ് കൊടുത്ത് നമ്മൾ ലൊക്കേഷൻ ഹണ്ട് ചെയ്ത് ലൊക്കേഷനും എടുത്ത് ഷോപ്പ് കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്ത് കീ അവരുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ടീം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് അവസാനിപ്പിച്ച് പോരുന്നു എന്നുള്ളൊരു വിഷമമൊന്നും ആർക്കും വേണ്ട, ഒരിക്കലും ഉണ്ടാകില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ ഒരു അവസാനിച്ച് പോവുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി. പലപ്പോഴും കേട്ടിട്ടുണ്ട് UK പോയി ഭയങ്കര റേസിസ്റ്റുകളാണ് അവിടുത്തെ ആളുകൾ, നമ്മളെയൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല എന്ന് ഞാൻ 100% പറയില്ല. കാരണം ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളാണിത്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. UK പ്രൈം മിനിസ്റ്റർ ഒരു കാലത്ത് ഋഷി സുനാക്കാണ്. ഇന്ത്യൻ ഒറിജിനാണ്, പക്ഷേ ഇന്ത്യക്കാരനല്ല, ഇന്ത്യൻ ഒറിജിനാണ് പുള്ളി. ഇന്ത്യക്കാരൻ്റെ മരുമകനാണ്. അതെ, പുള്ളിക്ക് ചെയ്യാമെങ്കിൽ അതെ, ഒരു പ്രൈം മിനിസ്റ്റർ ആയിട്ട് പുള്ളിക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ട്. ഡെഫിനറ്റ്ലി. ഞാനൊരു ദിവസം ഇങ്ങനെ ആലോചിച്ച് നോക്കിയത്, നമ്മുടെ സുധാമൂർത്തിയുടെ മരുമകൻ അല്ലെങ്കിൽ നാരായണമൂർത്തി സാറിൻ്റെ മരുമകനാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കി അവരുടെ വീട്ടിലത്തെ ഒരു സെറ്റപ്പ് എന്തായിരിക്കും എന്നുള്ളത് അല്ലേ. മരുമകൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സാധാരണ ഗൾഫിൽ നിന്ന് മരുമകൻ വന്നു അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് മരുമകൻ വന്നു എന്നൊക്കെ പറയണതിന് പകരം മരുമകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രൗഡ്നെസ്. ഓക്കെ, സത്യം കേട്ടോ. അത് അദ്ദേഹത്തിന് അവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കാമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ബിസിനസ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ അതൊരു വലിയ പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് ബിസിനസ് ചെയ്ത റൈസ് സിസ്റ്റം ബ്രിട്ടീഷുകാർ അത് എങ്ങനെ എടുക്കും എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ. എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾ കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കയറി ഇടപെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരുപാടുണ്ട്. ഞാൻ നല്ലൊരു ദിവസം എവിടെയോ കണ്ടു, ഒരു യൂറോപ്യൻ കൈൻഡ് ഓഫ് രാജ്യത്ത് ഓണാഘോഷം നടത്തിയിട്ട് റോഡിൽ നിന്ന് തല്ലുപിടിക്കുന്നതും ഇതുപോലെ നാട്ടിലുള്ള പരിപാടികളും അവിടെ പോയി ഉറപ്പായിട്ടും ബുദ്ധിമുട്ടാവും. നമ്മള് ചേരയെ തിന്നുന്ന സ്ഥലത്ത് നടുകണ്ടം തിന്നുന്നുള്ളൊരു പഠിപ്പിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെയാണോ എൻ്റെ നാട്ടിൽ ജീവിക്കുന്നത് അത് അതുപോലെ തന്നെ ഞാൻ മറ്റൊരു രാജ്യത്ത് പോയിട്ടും ചെയ്യും എന്നൊരു ട്രെൻഡിലേക്ക് മാറും. നടപടിയുള്ള കാര്യമല്ല. ഒരു രാജ്യത്തിനും അതിൻ്റെതായ പ്രോട്ടോകോൾസും അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സും ഉണ്ട്. അപ്പം അത് ഫോളോ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നവരെ ആ കൺട്രി പോയിട്ട് കാര്യം. അല്ലാത്ത അവിടുത്തെ ലോസിനെ റെസ്പെക്ട് ചെയ്യാൻ. അതെ, അല്ലാത്ത ആൾക്കാർ അവിടെ പോയിട്ട് പറയും, ഇപ്പൊ വീഡിയോസിലൊക്കെ കാണാം, ഇവിടെ സുഖമില്ല, ഇവിടെ ശരിയല്ല എന്ന് പറയും. ഒരു പണിയില്ലാണ്ട് നാട്ടിൽ നടന്ന ആൾക്കാർ അവിടെ ചെന്നിട്ട് പണിയെടുക്കുന്നതും കൂടി ആകുമ്പോഴത്തേക്കും അവർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണ് പല വീഡിയോസിലും നമ്മൾ കാണുന്നത്. കാരണം വെച്ചാൽ ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടുള്ള ശീലമില്ലല്ലോ. അപ്പം അങ്ങനെ ഉണ്ട്, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഫാമിലികൾ ചെയ്തിട്ടുണ്ടാവാം. അതല്ലാതെ ഒരു അങ്ങനത്തെ ഒരു കൾച്ചർ ഇവിടെ ഇല്ല. ഡിഗ്രിക്ക് പഠിക്കുകയോ PGക്ക് പഠിക്കുകയോ ചെയ്യുന്ന കുട്ടികൾ. പക്ഷെ അതേ കോഴ്സുകൾ നമ്മൾ വിദേശത്ത് പോയി ചെയ്യുമ്പം ഡെഫിനറ്റ്ലി ആദ്യം ചോദിക്കുന്ന ചോദ്യം കോളേജ് എവിടെയാണെന്നല്ല, പാർട്ട് ടൈം കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇവിടുന്ന് ഞാൻ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഒന്ന് ഇവർ ലാംഗ്വേജ് സഫീഷ്യൻ്റ് ആയിട്ട് ലാംഗ്വേജ് ഇവിടെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം അവിടെ പോയിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്ററുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ, ഒരു ലാൻഡ് ലോഡിൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു നല്ല കസ്റ്റമറുടെ അടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ലാംഗ്വേജിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എല്ലാം ഈസി ഗോയിങ് ആയിട്ട് അല്ലേ എല്ലാം കിട്ടണം എന്നുള്ളൊരു അല്ല, എല്ലാം നമുക്ക് നാട്ടിലെല്ലാം ഈസിയായി കിട്ടുന്ന പോലെ പാരൻസ് എല്ലാം തരുന്നു എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ UK പോകുന്ന പിള്ളേരാണ് ഒന്നും ആകാണ്ട് തിരിച്ചു വരുന്ന ആളുകൾ. പക്ഷേ എന്തെങ്കിലും ആയി തീരണം എന്നുള്ള സ്ട്രോങ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ സ്ട്രോങ് മോട്ടീവ് അല്ലെങ്കിൽ സ്ട്രോങ് ഗോൾ ആയിട്ട് പോകുന്ന ആൾക്കാർ അച്ചീവ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. അതിനുള്ള സംവിധാനം ഇപ്പോഴും അവിടെ ഉണ്ട്. സ്റ്റിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി UK 100% റെക്കമെൻഡബിൾ ആണ് ഈ കൺട്രി. 150 റെക്കമെൻഡബിൾ ആണ്. അതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാൻ തന്നെ. ഞാനും ഇതുപോലെ എന്തെങ്കിലും ആയി തീരണമെന്ന് അവിടെ പോയ ആളാണ്. എൻ്റെ ഗോൾ ഞാൻ അച്ചീവ് ചെയ്തിട്ടില്ല. സ്റ്റിൽ ലോങ് വേ ടു ഗോ. ഡെഫിനറ്റ്ലി അതിനൊരു എൻഡ് ഇല്ലല്ലോ. കാരണം വെച്ചാൽ അതിപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ പറഞ്ഞ പോലെ 10 ഔട്ട്ലെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ 20 ഔട്ട്ലെറ്റ് പ്ലാൻ ചെയ്യുമല്ലോ. എന്തായാലും ഡെഫിനറ്റ്ലി അത് ഹ്യൂമൻ ബീങ് ആണ്. അതാണല്ലോ ബിസിനസ്സുകാരൻ്റെ ഒരു ഫീല്. ഞാൻ ഈ സോഷ്യൽ മീഡിയ ലൈഫ് തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യത്തെ ടാർഗറ്റ് ഒരു 50,000 ഫോളോവേഴ്സ് എങ്ങനെയെങ്കിലും ഉണ്ടാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. 50,000 ആഗ്രഹം മാറി 100K അടിക്കണം എന്നായി. 100K അടിച്ചപ്പം ഇപ്പോൾ ആഗ്രഹം 200K അടിക്കണം എന്നാണ്. ഇപ്പോൾ 190K ആണ് ഇപ്പോൾ നിൽക്കുന്നത്.
അപ്പം അതിൻ്റെ ഒരു ഡിസ്കംഫർട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു 10,000 കൂടി അടിച്ചിരുന്നെങ്കിൽ ഒരു 200K അടിക്കായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെയും ബിസിനസ്സുകൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ 3 ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാനായിരിക്കും സ്വപ്നം കണ്ടിട്ടുണ്ടാവുക. ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് എപ്പോഴും ഹാർഡസ്റ്റ്. ഞാൻ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 1 കോടി റീച്ച് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്, ബാക്കിയെല്ലാം തന്നെ വരുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് മില്യൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഫസ്റ്റ് ബിസിനസ് ഈസ് വെരി ഹാർഡ്. എന്ത് പ്രശ്നം വരും നമുക്കറിയില്ല, എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് അറിയില്ല. നൗ I can manage. I'm damn confident. ഏത് പ്രശ്നം വന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഈ സീസണൽ ബിസിനസ്സും കൂടിയാണല്ലോ ഇത്, അല്ലേ? നമുക്ക് തണുപ്പ് വരുന്നു, സമ്മർ വരുന്നു. അപ്പം ആ സമയത്തും എങ്ങനെയാണ് അവിടുത്തെ ബിസിനസ് രീതികൾ? നമ്മളിനകത്തേക്ക് ഇറങ്ങി സർവൈവ് ചെയ്തേ നമുക്ക് പറ്റത്തുള്ളൂ. നമുക്ക് സമ്മർ ഡെഫിനറ്റ്ലി നമുക്ക് സമ്മറിൽ ഒരു നല്ല സെയിൽ കിട്ടും. സോ വിൻ്റർ ആകുമ്പോഴത്തേക്കും പീപ്പിൾ പ്രിഫർ ടു സ്റ്റേ ഇൻ ദ ഹോം. അപ്പോഴും നമ്മൾ പല അപ്രോച്ചുകൾ ഇറക്കണം. ബിസിനസ്സിൽ ഡിഫറെൻറ്റ് അപ്രോച്ചുകളും ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ കം അപ്പ് വിത്ത് മോർ ഓഫേഴ്സ്. ഇപ്പോൾ ബണ്ടിൽ പാക്ക് പോലെയും ഫാമിലി ഡീൽസ് പോലെയും കൊണ്ടുവന്ന് ഞങ്ങൾ കൂടുതൽ ഡെലിവറീനെ പ്രൊമോട്ട് ചെയ്യും ആ സമയത്ത്. സമ്മറിൽ നമുക്ക് ടൂറിസ്റ്റ് ആയിട്ടും ഒരുപാട് നമുക്ക് ഡൈനിങ് കിട്ടും. സോ ദാറ്റ് ടൈം വിൽ മേക്ക് എ ഗുഡ് മണി. നമുക്ക് ഡൈനിനും ഡെലിവറിന്നും നമ്മൾ മണി മേക്ക് ചെയ്യും. സമ്മർ വിൻ്റർ ടൈം ആകുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് വെച്ച് നമ്മൾ സ്റ്റിൽ ടാക്കിൾ ചെയ്യും. നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയില്ലോ, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറുക എന്നുള്ള ഒരു മോട്ടീവേ ഉള്ളൂ. റിയൽ UK-കാരൻ്റെ ഒരു ഭക്ഷണ രീതി പറയുവാണെങ്കിൽ അതിൽ നമ്മുടെ ഇന്ത്യൻ ഫുഡിന് അതുപോലെ ഇറ്റാലിയൻ ഇതുപോലുള്ള ഫുഡുകൾക്കൊക്കെ എത്രത്തോളം സ്പേസ് ഉണ്ടാവും? ലൈക്ക് അവരുടെ ഒരു ഒറിജിൻ ഫുഡ് തന്നെയാണോ കഴിക്കുക? അല്ല, UK പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പം ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് തന്നെയാണ്. എന്നോടും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ചെയ്തുകൂടെയെന്ന്. പക്ഷേ ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നത് ഏകദേശം അവരൊരു മന്ത്ലി വൺസോ വീക്ക്ലി വൺസോ പ്രിഫർ ചെയ്യുന്നൊരു ഫുഡാണ്. ബട്ട് ഇറ്റാലിയൻ ഫുഡ് എന്ന് പറയുന്നത് ഈവൻ ദോ ഇത് ഇംഗ്ലീഷ് ഫുഡ് അല്ലെങ്കിലും എവറിഡേ ബേസിൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നൊരു ഫുഡാണ്. അപ്പം നമ്മൾ നോക്കുന്നത് ഒരു എവറിഡേ ബിസിനസ് ആണ്, എവറിഡേ കച്ചവടമാണ് നമ്മൾ എന്നും നോക്കുന്നത്. അതിൽ നിന്ന് മണി മേക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇറ്റാലിയനിലേക്ക് എത്തിയതും ആ ഒരു ഫുഡിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. കോസ്റ്റ് വൈസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ഫുഡ് ഇതിൽ കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു, അല്ലേ? ഇന്ത്യൻ ഫുഡ് കോസ്റ്റ്ലിയാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് മേക്കിംഗ് ചാർജസ് ഹൈ. നമുക്ക് ഒരു ഷെഫിന് വെച്ച് പണി നടക്കില്ല. 1, 2, 3 സ്റ്റാഫ് വേണം കിച്ചണിൽ നമുക്ക് ഇന്ത്യൻ ഫുഡ് ചെയ്യണമെങ്കിൽ. ആൻഡ് മേക്കിംഗ് പ്രോസസ് ആൻഡ് മേക്കിംഗ് കോസ്റ്റ് ഈസ് ഹൈ. പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 5 to 10% ആണ് നമുക്ക് കിട്ടുന്നത്. ബട്ട് വെൻ ഇറ്റ് ഈസ് കം ടു ദ ഇറ്റാലിയൻ ഫുഡ് എസ്പെഷ്യലി പീസ വരുമ്പോൾ നമുക്ക് 20 to 30% പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. കാരണം ഒരു ഡവ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു 1 pound ഒരു പിസ്സ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വരുന്ന മാക്സിമം കോസ്റ്റ് എന്ന് പറയുന്നത് 2 to 3 pound മാക്സിമം. പക്ഷെ ഞങ്ങൾ സെല് ചെയ്യുന്നത് 14 പൗണ്ടിനും 16 പൗണ്ടിനും ഒക്കെയാണ്. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്. ഇപ്പം നമ്മൾ ലേബർ കോസ്റ്റും എല്ലാം കൂടി കൂട്ടിയാലും ഞങ്ങൾക്ക് ഒരു 25 to 30 അടുത്ത് ഞങ്ങൾക്ക് പ്രോഫിറ്റ് മാർജിൻ പിടിക്കാൻ പറ്റും. ഒരു പാക്കറ്റ് ഡവിൻ്റെ പൗഡറും കൊണ്ട് ഞങ്ങൾ 100 ഡവ് ഉണ്ടാകും. സോ സ്റ്റിൽ ഹ്യൂജ് പ്രോഫിറ്റ് മാർജിൻ. അപ്പം അങ്ങനെയൊക്കെ കമ്പാരിസൺ നമ്മൾ റെസ്റ്റോറൻറ്റ് ചെയ്യുമ്പോഴും ഈ വക കമ്പാരിസണും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഈ UK-ൽ നോക്കിയപ്പോഴേ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോകണ്ടായി. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ഭയങ്കരമായിട്ട് മെനുവിലൊരു സംഭവം കണ്ടു, ചിക്കൻ ടിക്ക മസാല എന്ന് പറഞ്ഞിട്ട്. ഞാൻ നമ്മുടെ നാടൻ ചിക്കൻ ടിക്ക മസാല ആയിരിക്കും എന്ന് കരുതി അത് ഓർഡർ ചെയ്ത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് അത് കോക്കനട്ട് പൗഡറും ബദാം പൗഡറും ഷുഗറൊക്കെ ഇട്ടിട്ട് ഒരു പായസം പോലത്തെ ഒരു സാധനമാണെന്ന് മനസ്സിലായത്. അതിന് ബ്രിട്ടീഷിൽ അവിടെ ഒരു ബ്രിട്ടീഷ് പോപ്പുലേഷൻ വലിയൊരു ഫാൻസ് ഉണ്ട് കേട്ടോ. അതെ, ചിക്കൻ ടിക്ക മസാലയും അതുപോലെ തന്നെ ഒരു യെല്ലോ കളറിൽ എന്താ ചിക്കൻ കുറുമയോ, കുറുമ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം ഇതേപോലെ തന്നെ ഈ പിസയിലും ഇതുപോലെ ഓൾട്ടർ ചെയ്തിട്ടാണോ അതോ റിയൽ ഇറ്റാലിയൻ തന്നെയാണോ കൊടുക്കുന്നത്? നമ്മൾ ചെയ്യുന്നത് സ്റ്റോൺ ബേക്ക്ഡ് ഇറ്റാലിയൻ പിസ്സയാണ്. പക്ഷെ അതിൽ നമ്മളൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. സ്റ്റോൺ ബേക്ക്ഡ് എന്ന് വെച്ചപ്പം എല്ലാവരും ഡോമിനോസും പിസ്സ ഹട്ടും ഒക്കെ ആയിട്ട് ഫെമിലിയർ ആയിരിക്കും. നമ്മുടെ CA ആയിട്ട് ആൾക്കാർ ഫെമിലിയർ ആയി വരും എന്തായാലും. അപ്പം നമ്മൾ ഇതിൽ നിന്നൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്ന ട്രഡീഷണൽ ഇറ്റലിയിൽ പിസ്സ ബേക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ട്രഡീഷണൽ സ്റ്റോണിലാണ്. സ്റ്റോൺ ബേക്ക്ഡ് ഓവനിലാണ്. നമുക്കുള്ളത് ഇൻബിൽഡ് ആയിട്ടുള്ള ഓവനുകളാണ്. അപ്പം അതിൽ നമുക്കിപ്പം ഇലക്ട്രിക് ആണെങ്കിൽ നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളൊരു പിസ്സ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്പുറ സൈഡിൽ കൂടി വരുന്ന രീതിയിലുള്ളതാണ് ഇലക്ട്രിക്കിന്റെ പിസ്സ. അപ്പം മറ്റു ബ്രാൻഡുകളൊക്കെ ചെയ്യുന്ന അതാണ്. അപ്പം നമ്മുടെ എന്ന് വെച്ചാൽ നമ്മളൊരു സിയാന്ന് തന്നെ, സിയയുടെ മീനിങ് എന്ന് പറയുന്നത് ആൻറ്റി എന്നാണ്. ആൻറ്റി ഉണ്ടാക്കിയ പിസ്സ എന്നാണ് നമ്മുടെ സിയ പിസ്സയുടെ കംപ്ലീറ്റ് ഇറ്റാലിയൻ മീനിങ് വരുന്നത്. അപ്പം അതിൽ തന്നെ നമ്മൾ ഒതൻറ്റിസിറ്റിക്ക് വെരി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോൺ ബേക്ക്ഡ്
ഹാൻഡ് സ്ട്രക്ചർഡ് സ്റ്റോൺ ബേക്ക്ഡ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ മറ്റേ മെഷീൻ വെച്ച് ഒരു സൈഡ് കൂടെ ഇട്ട് ഇപ്പുറത്തോടെ കിടക്കുന്ന പരിപാടിയല്ല. ഇല്ല, ആ പരിപാടി നമ്മളില്ല. ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യണം. അപ്പോൾ അതിന് ചലഞ്ചസും ഉണ്ടാവില്ല, കാരണം വെച്ചാൽ അതിന് എക്സ്പേർട്ടുകളായിട്ടുള്ള ഷെഫുമാരും എക്സ്പേർട്ട് ആയിട്ടുള്ള ഷെഫുകൾ വേണം. നമ്മളിപ്പോൾ എക്സ്പേർട്ട് ഷെഫിന് നമ്മൾ പറഞ്ഞില്ല, ഇറ്റലിയിൽ നിന്ന് കൺസൾട്ടൻസിനെ കൊണ്ടുവന്നാണ് നമ്മളെ സ്റ്റാഫുകളെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. ട്രെയിൻ ചെയ്ത് എല്ലാ സ്ഥലത്തും ഒരേ റെസിപ്പി കീപ്പ് ചെയ്ത്, റെസിപ്പി ബുക്ക് കീപ്പ് ചെയ്ത്, SOP കീപ്പ് ചെയ്താണ് നമ്മൾ ഈച്ച് ഔട്ട്ലെറ്റുകൾ സെറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ മെറ്റീരിയൽസ് അതൊക്കെ UK തന്നെയാണോ? എല്ലാം നമ്മൾ UK ഇറ്റാലിയൻ തന്നെയാണ് നമ്മൾ സോഴ്സ് ചെയ്യുന്നത്. UK തന്നെ ഒരുപാട് ക്യാഷ് ആൻഡ് കറീസ്, ഇറ്റാലിയൻ ക്യാഷ് ആൻഡ് കറീസ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ എല്ലാ മെറ്റീരിയൽസും സോഴ്സ് ചെയ്യുന്നത്. സെൻട്രൽ പർച്ചേസ് ആയിട്ട്. അതെ, സെൻട്രൽ പർച്ചേസ് ആയിട്ട് ചെയ്യും. നമ്മളിപ്പം ഏതൊരു ആളും UK പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കെയറായിട്ടോ നഴ്സായിട്ടോ എന്ത് രീതിയിലാണ് വരുന്നതെങ്കിലും ഇവരുടെയൊക്കെ ഒരു 99% ആളുകളുടെയും അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് അവർക്ക് അവിടെ സെറ്റിൽ ആവണം, PR എടുക്കണം, സിറ്റിസൺ ചേഞ്ച് ആവണം, അങ്ങനെയുള്ളൊരു ചിന്തയോടുകൂടിയിട്ടായിരിക്കുമല്ലോ വരിക. അപ്പോൾ ഈ ഒരു ബിസിനസ് പ്ലാനിലൂടെ വരുവാണെങ്കിൽ ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ലൈക്ക് ഹീസ് സ്റ്റാർട്ടിങ് എ ബിസിനസ് ഓർ സംതിങ്, എത്ര സമയമെടുക്കും ഇതിന് ഒരു PR കൺവേർട്ട് ചെയ്യാനായിട്ട്? ഇതുപോലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് UK വരുന്ന ആൾക്കാർക്ക് അവരുടെ ഫാമിലി ആയിട്ട് അവിടെ സെറ്റിലായി 5 വർഷം കൊണ്ട് പെർമനന്റ് റെസിഡൻസി എന്നൊരു കാറ്റഗറിയിലേക്ക് അവർക്ക് പോകാൻ പറ്റും. അതിപ്പോൾ സ്റ്റുഡൻറ് വിസയിൽ നിന്ന് കൺവേർട്ട് ആയാലും the time they are converting starting from the beginning, correct 5 years കൊണ്ട് അവർക്ക് പെർമനന്റ് റെസിഡൻസിലേക്ക് പോകാം. നമ്മുടെ ഈ ബിസിനസ് തുടങ്ങിയിട്ട് 5 വർഷത്തിനുള്ളിൽ അവർക്ക് പെർമനന്റ് റെസിഡൻസിൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിനുള്ള കംപ്ലീറ്റ് അസിസ്റ്റൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റുഡൻറ് വിസയിൽ വരുമ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് അവരുടെ സ്പൗസ് അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ട്ണറെ കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ മക്കളെ കൊണ്ടുവരാൻ പറ്റുമോ, കുഞ്ഞുമക്കളാണെങ്കിൽ അവരെ ക്യാരി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വിഷയം. അപ്പം നമ്മളിപ്പോൾ അവിടെ ഒരു ബിസിനസ് സെറ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ പാർട്ട്നേഴ്സിൻ്റെ വിസയുടെ കാര്യങ്ങൾ? 100% നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം അവരുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഭാര്യ, കുട്ടികളെയൊക്കെ നമുക്ക് ഡിപ്പെൻഡൻറ്റ് കാറ്റഗറിയിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് എന്ന് പറയുന്നത് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ദേ ക്യാൻ ഡു ബിസിനസ്, ദേ ക്യാൻ വർക്ക് എനിവെയർ. ആൻഡ് ഓൾസോ കുട്ടികൾക്ക് എന്ന് പറയുന്നത് നല്ല എഡ്യൂക്കേഷൻ, നമ്മുടെ UK ഗവൺമെൻറ്റിൽ നിന്ന് ഏറ്റവും നല്ല എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. അവർക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനും കിട്ടും, നല്ല ഹെൽത്ത് കെയർ സർവീസസും, ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസും, നല്ല ലൈഫ് സ്റ്റൈലും അവർക്ക് അച്ചീവ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പം ഈ PR ആവുന്നതോടുകൂടി ഇവർക്കും അതിനുള്ള ബെനിഫിറ്റ്സുകൾ കിട്ടും തോന്നുന്നു. ഡെഫിനറ്റ്ലി 5 വർഷം കൊണ്ട് സ്ട്രൈറ്റ് അവേ ഈ വിസയിൽ നിന്ന് 5 വർഷം കൊണ്ട് നമുക്ക് PR പോകാനും പറ്റും. ഒരുപാട് ആൾക്കാർ ഇപ്പം കെയറർ വിസയിൽ വരാൻ ആർക്കും താല്പര്യമില്ല. കെയറൽ വിസയിൽ വന്നു കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി കെയർ ഹോമിൽ പോയിട്ട് വർക്ക് ചെയ്യണം. അതും നിസ്സാര പണിയൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടുള്ള വർക്കാണുള്ളത്. നമ്മുടെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ പോകുന്ന ഭൂരിഭാഗം സ്റ്റുഡൻസും ചെയ്യുന്നതും വളരെ കഷ്ടപ്പെടുന്നുണ്ട് ആൾക്കാർ. അപ്പം അങ്ങനെ നല്ല ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പോകാൻ താല്പര്യമില്ല. സ്റ്റുഡൻറ്റ് വിസയിൽ പോയാൽ നഴ്സസിന് തന്നെയാണ് അതിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, നഴ്സസിന് മാത്രമാണ് അതിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം അത് പറ്റുന്നത്. ഇപ്പം പലപ്പോഴും ഞാൻ കാണുവരുന്നത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് അതുപോലെ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഒരു MBA ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ബിസിനസ്സുകാരനായിട്ട് ഡീൽ ചെയ്യേണ്ട സമയത്ത് ഒരു കെയർ ഹോം അല്ലെങ്കിൽ അതുപോലെ ഒരു കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം അതിനൊരു മൈൻഡ് സെറ്റ് അവർക്കുണ്ടാവില്ല. ഇല്ല, ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പം നാട്ടിൽ നല്ല ബിസിനസ് ചെയ്തിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷനും കുട്ടികളുടെ ഭാവി ലൈഫിനൊക്കെ വേണ്ടിയിട്ട് UK മൂവ് ചെയ്യുന്ന ആൾക്കാരെ കാണാറുണ്ട്. ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല, ഞാൻ നാട്ടിൽ ഇത്രയും പൊസിഷനിൽ ഒരാളല്ലേ എന്നിട്ട് ഇവിടെ ഇങ്ങനെയാണോ ഇവിടെ പോയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു റിഗ്രറ്റ് ഉള്ള ആൾക്കാർ. പക്ഷെ അവർക്ക് അറിയില്ല എന്ത് ഞങ്ങൾ ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരിപ്പം ഈ സ്റ്റുഡൻറ്റ് വിസയിലും മറ്റ് വിസയിലൊക്കെ വന്നത് 20 ലക്ഷം 30 ലക്ഷം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് വന്നത്. അപ്പം അതിന് പകരമായിട്ട് ഞാനൊരു ബിസിനസ് ആയിട്ട് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അത് എന്ത് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതെല്ലാം മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ ഈ കെയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ജോലിയെ അങ്ങനെയും പറയാം, നിനക്ക് അവിടെ സായിപ്പിനെ കുളിപ്പിക്കലല്ലേ പണിയെന്നും പറയാം. ഇപ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയില്ല ഞാനൊരു ഹോട്ടലിലെ മാനേജറാണ് അല്ലെങ്കിൽ ഞാൻ ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പ്രൗഡായിട്ടും പറയാം. നിനക്ക് പണി ചായ അടിയല്ലേ എന്നും ചോദിക്കും. മീൻസ് ഇത് അപ്പം നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു നല്ല പ്ലാനായിട്ട് തോന്നും. ലൈക്ക് നമുക്കൊരു അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ആ ബിസിനസ്സിലൂടെ നമുക്ക് ഒരു PR ഒരു കൺവേർഷൻ. നിങ്ങൾ പല വീഡിയോസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് അല്ലെങ്കിൽ അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെ റിട്ടയർ പ്ലാനോ അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു ബിസിനസ്സിനെയാണ് നിങ്ങൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. അതാണോ എളുപ്പം, അതോ ഒരു പുതിയൊരു ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണോ എളുപ്പം? ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുവാണെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാൻ ഏറ്റവും ഗുഡ് ഐഡിയ എന്ന് പറയുന്നത്. കാരണം പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്കാർ
അപ്പോൾ അവർക്കെന്ന് പറയുന്നത് അങ്ങനെ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈസി. കാരണം ഇതിന് ഓൾറെഡി ഒരു ക്യാഷ് ഫ്ലോ ഉണ്ട്, അതിനൊരു റണ്ണിങ് കോസ്റ്റ് ഓൾറെഡി കയ്യിലുണ്ട്. അപ്പം നമ്മളിപ്പം ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ബിസിനസ്സിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് റീബ്രാൻഡ് ചെയ്യുക, ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു പ്രശ്നമേ നമുക്കുള്ളൂ. സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന ഒരു ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സീറോയിൽ നിന്ന് തുടങ്ങുന്നതാണ്. അവിടുന്ന് ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ടൈം വേണം, ഒരുപാട് എഫോർട്ട് വേണം. അതെ, ടൈമും എഫോർട്ടും അതൊന്ന് എസ്റ്റാബ്ലിഷ് ആയി കിട്ടാൻ നമുക്ക് ഒരുപാട് സമയം എടുക്കും. ബട്ട് ഈ എക്സിസ്റ്റിംഗ് ബിസിനസ് എന്ന് പറയുന്നത് ഡേ ഫസ്റ്റ് മന്ത് തൊട്ട് നമുക്കൊരു എമൗണ്ട് ടേക്ക് ഔട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു സാലറി ആയിട്ടെങ്കിലും എമൗണ്ട് ടേക്ക് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരോട് ഐ വുഡ് റെക്കമെൻഡ് ദം ടു ഗോ ഫോർ എക്സിസ്റ്റിംഗ് ബിസിനസ്. സോ ഐ ക്യാൻ ഹെൽപ്പ് ദം ടു ഫൈൻഡ് എക്സിസ്റ്റിംഗ് ബിസിനസ്. ഓക്കെ, അത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന NS ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനി, നമ്മുടെ NS ഗ്ലോബൽ വെഞ്ചർ എന്ന കമ്പനി ത്രൂ നമ്മളെ എക്സിസ്റ്റിംഗ് ബിസിനസ്സുകൾ ഫൈൻഡ് ചെയ്യും. അത് തന്നെ പ്രോഫിറ്റിലാണോ, അതിന്റെ പ്രോഫിറ്റ് മാർജിൻ എന്തുണ്ട് എന്നുള്ള കാര്യം കംപ്ലീറ്റ്ലി നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം പ്രൊജക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും നമ്മുടെ ക്ലയന്റുകൾക്ക്. അപ്പോൾ ഇത്രയും കൂടി ഈസിയാണ്, നമുക്കൊരു ഫ്രം ദ സ്ക്രാച്ചും തുടങ്ങാതെ ലൈക്ക് ഓൾറെഡി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതെ. ഒരു ഇന്ത്യൻ വുമൻ UK പോകുന്നു, UK ചെന്നിട്ട് ഒരു ഇറ്റാലിയൻ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇറ്റാലിയൻ ഫുഡ് ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നു, അത് അത്ര ഈസി ആയിട്ട് തോന്നിയോ, അല്ലെങ്കിൽ എന്തായിരുന്നു അതിലെ ചാലഞ്ചസ്? ഒരിക്കലും ഈസി അല്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ പുച്ഛിക്കുമായിരുന്നു. ഇറ്റലിയിൽ ഏത് ഭാഗത്തായിരുന്നു നിങ്ങൾ, ഏത് ഭാഗത്തു നിന്ന് വന്നിട്ടാണ് നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്? അപ്പം അങ്ങനെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇറ്റാലിയൻ ഫുഡ് അറിയോ, നിങ്ങൾക്ക് എന്താ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. സോ ഐ ഗിവൻ എ സ്ട്രൈറ്റ് ആൻസർ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇന്ന് ഇന്റർനെറ്റ് ഉള്ള കാലമാണ്, പലതും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണ്. അപ്പം നമുക്കൊന്ന് ഇറങ്ങി പരിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. സോ ഐ ഹാവ് പ്രൂവൻ ദം. ഞങ്ങൾ ഇറ്റലിയിൽ നിന്ന് ഇറ്റാലിയൻ കൺസൾട്ടന്റിനെ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്ത ബ്രാൻഡാണിത്. ഇതൊരു ഇറ്റാലിയൻ്റെ ബ്രാൻഡായിരുന്നു. ഞങ്ങളിത് പഠിച്ച് ഞങ്ങളിത് ചെയ്ത ആൾക്കാരാണ്. സോ ഐ മെയ്ഡ് ദം ടു അണ്ടർസ്റ്റാൻഡ്. ഞങ്ങളിത് പഠിച്ച് കംപ്ലീറ്റ്ലി ഇതിനകത്ത് ഇൻഡെപ്ത് ഇറങ്ങിയിട്ടാണ് ഞങ്ങളിത് ചെയ്തതെന്ന്. അങ്ങനെ അത് ആൾക്കാരിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഇന്ത്യൻസ് തുടങ്ങിയ ഇറ്റാലിയൻ ബ്രാൻഡാണെന്നുള്ളത് കുറേ ആൾക്കാരിലേക്കൊക്കെ അത് പറയുന്നായിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്കൊരു മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇന്ത്യൻ റെസ്റ്റോറന്റ് ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല, ഇന്ത്യൻസ് ചെയ്യുന്ന ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്നുള്ള പ്രശ്നം വരില്ല. കാരണം ഒരു ഇന്ത്യൻസ് ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ഓണേഴ്സ് ഒരു ഇന്ത്യൻസ് ആണെന്ന് അറിയുമ്പോൾ അതിനൊരു ഇറ്റാലിയൻ ഫുഡിന് ഒരു ഒതന്റിസിറ്റി ഉണ്ടാവില്ല എന്ന് ആൾക്കാരിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു തോട്ട് പോകും. അപ്പം അങ്ങനത്തെ ചലഞ്ച് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ടാക്കിൾ ചെയ്യാന്നുള്ളൊരു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിന്റെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഉണ്ട്. ഞങ്ങളപ്പം ചെയ്യുന്ന നമ്മളിപ്പോൾ ഇറ്റാലിയൻ കൺസൾട്ടന്റിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടി ആക്റ്റീവാക്കി ആൾക്കാരിലേക്ക് എത്തിക്കാൻ. നമ്മളൊരു ഇറ്റാലിയൻ റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് ആൾക്കാരിലേക്ക് എത്തിച്ചപ്പം ഞങ്ങൾ ആ പ്രോബ്ലം 80% ഓഫ് ആ പ്രോബ്ലം ഞങ്ങൾ സോൾവ് ചെയ്തു. പിന്നീട് കസ്റ്റമേഴ്സ് അത് കഴിക്കുമ്പോൾ അവർക്ക് അറിയാലോ അല്ലേ? അതെ, കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ഇത് ഇറ്റലി എന്നുള്ളതാണോ ഇന്ത്യ എന്നുള്ളതാണോ എന്ന്.